ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 5 പെണ്ണുങ്ങൾ എന്ന തകഴി ശിവശങ്കരപിള്ളയുടെ നോവലാണ്. ജാനകി, ഭവാനി, ഭാർഗവി, ഗൗരി, പത്മിനി എന്നീ 5 പെണ്ണുങ്ങളുടെ കഥ. ത്രേസ്യ എന്നു പേരുള്ള 6ാമത്തെ കഥാപാത്രവും വളരെ ശക്തമായി ഈ നോവലിലുണ്ട്. സ്ത്രീകളുടെ ജീവിതവും വികാരങ്ങളും ഇത്രയേറെ സങ്കീർണമാണോ എന്ന് പല അധ്യായങ്ങളിലും നമുക്ക് തോന്നിയേക്കാം. ഒരു കുടുംബത്തിൽ ജനിച്ച് ഭേദപ്പെട്ട അവസ്ഥയിൽ നിന്നും ജീവിതത്തിൻ്റെ പല പല സാഹചര്യങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന 5 പെണ്ണുങ്ങളുടെ കഥ. നമുക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്ന കഥ. ഇതാണ് ഈ 5 പെണ്ണുങ്ങൾ. ജീവിതത്തിൻ്റെ കഷ്ടതകൾക്കിടയിലും ജീവിതം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുന്ന സ്ത്രീകളുടെ കഥ. എന്തായിരിക്കാം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മോശമാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അവർ തിരഞ്ഞെടുത്ത പുരുഷന്മാരാണോ? അതെ എന്ന് ചില അധ്യായങ്ങൾ പറയുമ്പോൾ അല്ല എന്ന് മറ്റു ചില അധ്യായങ്ങളും പറയും. സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഈ സ്ത്രീകളുമായി ഇടപെടുന്ന പുരുഷന്മാരും ഈ കഥയിലുണ്ട്. വായിക്കാം, അറിയാം ഈ 5 പെണ്ണുങ്ങളെ. 5 പെണ്ണുങ്ങൾ. അധ്യായം 1. എവിടേക്കെന്ന് ചിന്തിക്കാതെ ജാനകി പോവുകയാണ്. അവളുടെ തലയ്ക്കുള്ളിൽ തീ പിടിപ്പിക്കുന്നത് ആ ചിന്തയല്ല. 18 കൊല്ലങ്ങൾക്ക് മുൻപ്, അന്ന് അവളുടെ അച്ഛനമ്മമാർ ഉണ്ടായിരുന്നു. ഈ വിധം ഒരു പരിഭ്രമം ഉണ്ടായിട്ടുണ്ട്. അന്ന് അയൽപ്പക്കത്തെ പപ്പുച്ചേട്ടൻ ഒരു മര്യാദകേട് കാണിച്ചു, അവളെ സ്നേഹിക്കുന്നെന്നും പറഞ്ഞ്. അവൾ കുറേ ദിവസങ്ങൾ തീ തിന്നുകഴിഞ്ഞു. അന്ന് ജാനകിക്ക് 20 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അക്കാലത്ത് പപ്പുച്ചേട്ടൻ സ്നേഹിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. അയാൾ സ്നേഹിച്ചില്ല. കുറേ ദിവസങ്ങൾ തീ തിന്നേണ്ടി വന്നു എന്നല്ലാതെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. അങ്ങനെ രക്ഷപ്പെട്ടു. 18 കൊല്ലങ്ങൾക്ക് ശേഷം അങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ വളരെ മാറിയ സാഹചര്യത്തിലാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. ആരും അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല. അവൾ ആലോചിച്ചു, 38ാമത്തെ വയസ്സിൽ ഒരുവൾ ഗർഭിണിയാകുമോ എന്ന്. ജാനകി ഒരു വീട്ടിൽ കഴിഞ്ഞ 10-15 ദിവസങ്ങളായി വേലക്കാരിയായി നിൽക്കുകയായിരുന്നു. അവിടെ ചെന്നു ചേർന്നതിനു ശേഷം ഒരാഴ്ച മുതൽ യജമാനൻ അവളെ ശ്രദ്ധിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. തലേന്നാൾ രാത്രി അത് സംഭവിച്ചു. അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല, കരയാൻ കഴിഞ്ഞില്ല. പ്രകാശത്തിനു മുൻപ് ജാനകി ആ വീട് വിട്ടു. എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ്. അവൾ പേടിക്കാൻ കാരണവുമുണ്ട്. അവൾ താലൂക്ക് കച്ചേരിയിൽ പകർപ്പെഴുത്തു ഗുമസ്തനായിരുന്ന പരമുപിള്ളയുടെ മൂത്ത മകളാണ്. അവൾ ഉൾപ്പെടെ 5 പെൺമക്കൾ മാത്രമായിരുന്നു പരമുപിള്ളയ്ക്ക്. 5 പെൺമക്കളും വിവാഹപ്രായം കഴിഞ്ഞു നിന്നിട്ടും ആരെയും പറഞ്ഞയക്കുവാൻ പരമുപിള്ളയ്ക്ക് കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും അതിനുവേണ്ടി ശ്രമിച്ചു. അങ്ങനെയിരിക്കെയാണ് അവർ മരിച്ചത്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുക, അതും പെണ്ണായി തീരുക എന്നത് അവൾക്ക് പേടിയാണ്. വീടും കൂടുമില്ലാത്ത അവൾക്ക് ഒരു കുഞ്ഞുകൂടി ഉണ്ടായാലോ? അവൾ എന്തു ചെയ്യും? ആ വീട്ടിൽ ജോലിക്ക് ചെല്ലും മുൻപ് അവൾ കുറേ ദിവസം ഒരു ഹോട്ടലിൽ ജോലിക്കായി നിന്നിരുന്നു. അവിടെ നിന്നും അവൾ ഒളിച്ചോടുകയായിരുന്നു. അവിടെ ജോലി ചെയ്തിടത്തോളം കാലം അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഹോട്ടലിലെ ജോലിക്കാർ ശല്യം ചെയ്തു. ഒരു പെണ്ണായി പിറന്നതിന്റെ വിഷമം ഇത്രയേറെയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവസാനിക്കാത്ത ഒരു വഴിയിൽ കൂടി അവൾ പോവുകയാണ്. ഒട്ടുച്ചയായപ്പോൾ ഒരു വൃക്ഷത്തണലിൽ അവൾ ഇരുന്നു. ആ വൃക്ഷഛായയിലിരുന്ന് സ്വൽപ്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു തലത്തിൽ അവളുടെ ആലോചന പോയി. ആ വീട്ടിൽ തന്നെ തുടർന്നു കഴിഞ്ഞെങ്കിൽ എന്തു സംഭവിക്കാനാണ്? യജമാനൻ ചുമതലക്കാരനായുണ്ട്. അദ്ദേഹം എല്ലാം നോക്കുകയില്ലായിരുന്നോ? ഊരും ഉടയവരുമില്ലാത്ത അവൾക്ക് സ്ത്രീയുടെ വിശുദ്ധിയെക്കുറിച്ച് ഇത്ര വളരെ ആലോചിക്കാനുണ്ടോ? ഈ രാത്രിയിൽ എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് അവൾക്കു തന്നെയും നിശ്ചയമില്ല. പകർപ്പെഴുത്തു ഗുമസ്തൻ പരമുപിള്ള 5 മക്കളെയും ഭാര്യയെയും ഏൽപ്പിച്ചിട്ട് മരിച്ചു. ആ സ്ത്രീക്ക് പിന്നെ അധികനാൾ അത്ര വൻ ഭാരം തന്നെത്താൻ ചുമന്നു കഴിയാമായിരുന്നില്ല. 4 മക്കളെയും മൂത്ത മകളെ ഏൽപ്പിച്ചിട്ട് അവർ മരിച്ചു. ആ മൂത്ത മകളാണ് ജാനകി. അങ്ങനെ 4 അനുജത്തിമാരുടെ രക്ഷാകർതൃസ്ഥാനം ജാനകിയുടെ ചുമതലയായി. 20 സെന്റുള്ള ഒരു പുരയിടവും
പുരയുമായിരുന്നു അവരുടെ ആകെ സ്വത്ത്. 5 സ്ത്രീകൾ കഴിയണം. ആ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി ഒരു വലിയ സമരം തന്നെ നടന്നു. കൂട്ടത്തിൽ തന്റേടക്കാരിയായിരുന്നു ഭാരതി. ഒരു ദിവസം രാവിലെ അവളെ കണ്ടില്ല. അവരുടെ വീടിന് സ്വൽപ്പം അകലെയായി ഉണ്ടായിരുന്ന ഒരു വലിയ ക്രിസ്ത്യാനി വീട്ടിലെ വേലക്കാരനെയും കാണുവാനില്ലായിരുന്നു. രണ്ടുപേരും ഒളിച്ചോടിയതായി ഊഹിക്കാൻ ന്യായങ്ങളുണ്ട്. എന്തെന്നാൽ ആ ബന്ധത്തെക്കുറിച്ച് ജാനകിക്കും സംശയങ്ങളുണ്ടായിരുന്നു. ആദ്യം അവൾ ഗുണദോഷിക്കുകയും പിന്നെ വിലക്കുകയും ചെയ്തതാണ്. എങ്ങനെ എവിടെ നിന്ന് കിട്ടി എന്ന് വ്യക്തമല്ലാത്ത കാശ് ആ വീട്ടിൽ ഭാരതി ചെലവ് ചെയ്തിട്ടുണ്ട്. ആ കാശ് കൊടുത്തു വാങ്ങിയ അരിവച്ച ചോറ് ജാനകിയും ഉണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. എന്നാലും ഒരു ദിവസം ജാനകിയും ഭാരതിയും തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടായി. ആ മാപ്പിളയുമായുള്ള ബന്ധം ജാതിക്ക് ചേർന്നതല്ല. വർക്കിയെ രാത്രിയിൽ ആ വീട്ടിൽ വെച്ച് ജാനകി കണ്ടുപിടിച്ചു. അതിന്റെ എല്ലാം ഫലമായി ഭാരതി അവളുടെ തീരുമാനം തീർത്തു പറയുകയായിരുന്നു. പിന്നീട് ഭാരതിയെക്കുറിച്ച് വിശ്വസിക്കാവുന്ന അറിവുകൾ ഒന്നും കിട്ടിയില്ല. ചങ്ങനാശ്ശേരിയിലോ മറ്റോ അവളെ ഒരു പെമ്പിളയായി കണ്ടതായി ആരോ പറഞ്ഞു. അനുജത്തി നഷ്ടപ്പെട്ടുവെങ്കിലും ഭാരതി രക്ഷ പ്രാപിച്ചതായി പലപ്പോഴും ജാനകിക്കും ഭവാനിക്കുമെല്ലാം തോന്നിയിട്ടുണ്ട്. പക്ഷേ രക്ഷപ്പെടുകയായിരുന്നോ? ഭാരതി ഏതായാലും വലിയ കടുപ്പക്കാരിയാണ്. അവൾ എവിടെയെന്നോ എങ്ങനെ കഴിയുന്നുവെന്നോ ഒന്നും അറിയിച്ചിട്ടില്ല. അവൾ എന്നേക്കുമായി പിരിയുകയായിരുന്നു. ഒരുപക്ഷെ ഭാരതി നല്ല നിലയിൽ എവിടെയെങ്കിലും കഴിയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ജീവിതം തകർന്നു പോയിരിക്കാം. ആദ്യമാദ്യം അറിവുകൾക്കു വേണ്ടി 4 സഹോദരിമാരും കാത്തിരുന്നു. എന്നല്ല, ഒരാണിന്റെ കൂടെയാണ് അവൾ പോയത്. വല്ല ചില്ലറ സഹായങ്ങൾ പ്രതീക്ഷിക്കുക കൂടി ചെയ്തു. കൂടെ പിറന്നവളല്ലേ, വല്ലപ്പോഴുമെങ്കിലും ഭാരതി തങ്ങളെ ഓർക്കാതിരിക്കില്ല എന്ന് അവർ വിചാരിച്ചു. അവളുടെ ജീവിതം തകർന്നിരിക്കാമെന്ന് അവർ പിന്നീട് വിശ്വസിച്ചു. ആലപ്പുഴ കയറ്റാഫീസിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഭവാനിയെ കൊണ്ടുപോയി. ആ സ്ത്രീ അവരുടെ അയൽപ്പക്കത്തുള്ള ഒരു വീട്ടിൽ വരാറുള്ളവളായിരുന്നു. അവർ പരിചയക്കാരായി. അങ്ങനെയാണ് ഭവാനി പോയത്. ഭവാനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. ആ വിവരത്തിനവൾ എഴുത്തയച്ചു. ഭവാനിക്ക് ഭാവിയെ സംബന്ധിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവളെക്കുറിച്ചും യാതൊരറിവുമില്ലാതായി. അവൾക്ക് എന്ത് സംഭവിച്ചോ എന്തോ. അവളെ കൊണ്ടുപോയ സ്ത്രീയും മരിച്ചുപോയി. ഇതിലെല്ലാം ദുഃഖകരമായ കഥയാണ് ഗൗരിയുടേത്. അവൾ എറണാകുളത്തൊരു വീട്ടിൽ ജോലിക്കായി പോയി. പരമപിള്ളയുടെ ആപ്പീസിൽ ശിപ്പായിയായിരുന്ന ഒരാളാണ് കൊണ്ടുപോയത്. അവൾ ജോലിക്ക് പോയ നാൾ മുതൽ ആ വീടിന് കനിശമായി ആശ്രയിക്കാവുന്ന ഒരു ആദായമുണ്ടായിരുന്നു. പ്രതിമാസം 7 രൂപ. എല്ലാ മാസവും 10-ാം തീയതിക്ക് മുൻപ് ഒരു ദിവസം അഞ്ചൽ ശിപ്പായി അവിടെ വരും. ആ കുടുംബത്തിന് വ്യക്തമായ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നത് അക്കാലത്ത് മാത്രമാണ്. ഞങ്ങൾക്ക് ഇന്നതുണ്ട് എന്ന വിശ്വാസം. പക്ഷേ ആ പ്രതീക്ഷ അധികകാലം നിലനിന്നില്ല. ഒരു ദിവസം ഒരെഴുത്തു വന്നു, ഗൗരി മരിച്ചുപോയെന്ന്. ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. അടുത്തനാൾ 25 രൂപയുടെ ഒരു മണി ഓർഡറും വന്നു. അങ്ങനെ ഗൗരിയെ സംബന്ധിക്കുന്ന സകല കണക്കുകളും തിട്ടപ്പെട്ടു. ജാനകിയും ഇളയ അനുജത്തിയും തനിച്ചായി. വളരെ വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടു വന്നവളാണ് പത്മിനി. അവളെയെങ്കിലും അട്ടക്കാലു പിടിപ്പിക്കണമെന്നായിരുന്നു ജാനകിയുടെ ആഗ്രഹം. ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളെല്ലാം തല്ലി തകർന്നുപോയി. ഒന്നിനെങ്കിലും ഗതി കിട്ടിയിട്ട് ആ വംശം നിലനിന്നുകൊള്ളട്ടെ. അക്കാര്യത്തിന് ജാനകി ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു. 20 സെന്റ് പുരയിടമാണല്ലോ അവർക്കുണ്ടായിരുന്നത്. പരമപിള്ളയുടെ സമ്പാദ്യമാണത്. മൂത്തമകൾ ജാനകിയുടെ പേർക്കെഴുതി വാങ്ങിയതുമാണ്. ആ 20 സെന്റും ചൊവ്വും നേരുള്ള ഒരുത്തൻ പത്മിനിയെ കല്യാണം കഴിക്കാൻ വരികയാണെങ്കിൽ നിരുപാധികം കൊടുക്കാൻ ജാനകി തയ്യാറായിരുന്നു. അങ്ങനെയിരിക്കെ പത്മിനിക്കൊരു കല്യാണാലോചന വന്നു. അയാൾക്കൊരു ചെറിയ ഉദ്യോഗമുണ്ട്. ആൾ കണ്ടാൽ കൊള്ളാം. പത്മിനിക്ക് ചേരും. അതിനപ്പുറം മനസ്സിലാക്കാനുള്ള വിരുത് ജാനകിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന ചിന്തയും അവൾക്കില്ലായിരുന്നു. അയാളുടെ പേർക്ക് ജാനകി പുരയിടം എഴുതി കൊടുത്തു. അത് വ്യവസ്ഥയായിരുന്നു. പത്മിനിയുടെ കല്യാണവും നടന്നു. പിന്നീടത്തെ ഒരു നീണ്ട കഥയുടെ ചുരുക്കം. കൊച്ചുമാധു കുടിയനായിരുന്നു, മുട്ടാളനായിരുന്നു. അധികം താമസിയാതെ ആ വീട്ടിൽ നിന്നും ജാനകി ഇറങ്ങിപ്പോകേണ്ടി വന്നു. അടിച്ചിറക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. പത്മിനിയും അതിന് കൂട്ടുനിന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു തെറ്റ് അവൾ ചെയ്തു എന്ന് പറയാനിട വരുത്താതെ ജാനകി ഇറങ്ങിപ്പോന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കൊച്ചനുജത്തിയെങ്കിലും ഭർത്താവുമായി ജീവിച്ചുകൊള്ളട്ടെ എന്ന് ജാനകി കരുതി. ആ കുടുംബത്തിൽ ഒരു കല്യാണം നടന്നത്
പത്മിനിയുടേതാണ്. ആ ബന്ധം താറുമാറാക്കണ്ട. അന്ന് വീട്ടിൽ നിന്നിറങ്ങിയ ജാനകി മുൻപിൽ നീണ്ടുകിടന്ന പെരുവഴിയിൽ കൂടി പോവുകയാണ്. അവൾ ജോലിക്ക് നിന്ന വീട്ടിലെ യജമാനന്റെ പിടിക്കുള്ളിൽപ്പെട്ടു. നിസ്സഹായയായപ്പോൾ പുരുഷസ്പർശത്താൽ സ്ത്രീത്വം ഉണരുമെന്ന സാമാന്യ തത്വം യാഥാർത്ഥ്യമല്ലാതെയാവുകയാണ് ചെയ്തത്. 2ാം പ്രാവശ്യമാണ് അവൾ വിലക്കപ്പെട്ട കനി തിന്നുന്നത്. പക്ഷേ ആ കനിയുടെ സ്വാദ് അവൾ അറിഞ്ഞില്ല. അവൾക്കത് പേടിയായിരുന്നു. ആ പേടിയോടെ അവൾ ആ വീടിനു പുറത്തിറങ്ങി. ആ പേടിയോടെ തന്നെ കുറെ അവൾ നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ വീട്ടിൽ നിന്നും വളരെയധികം അവൾ അകന്നിരിക്കുന്നു. വിശപ്പും ദാഹവും ക്ഷീണവുമുണ്ടെങ്കിലും പന്തലിച്ചു നിൽക്കുന്ന ഒരു മരത്തിന്റെ കുളിർമയുള്ള തണലിൽ അവളുടെ ചിന്തകളുടെ പ്രകൃതം ചാരി. തലേനാൾ രാത്രി അവൾ ഓർത്തു. അത് ഒരു നല്ല രുചിയുള്ള അനുഭവമായിരുന്നു എന്ന് തോന്നാനുള്ള ഒരാവേശം അവൾക്കുണ്ട്. വളരെ നേരം ആ സംഭവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊള്ളാം. മനഃപൂർവ്വമല്ലാതെ തന്നെ ആ അനുഭവത്തിന്റെ വിശദാംശങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓർക്കണമെന്ന് അവൾ ആഗ്രഹിച്ചതല്ല. 38 വയസ്സായ ഒരു സ്ത്രീയുടെ സ്ത്രീത്വം വികസ്വരമാവുകയാണ്. അവൾ ആ വീട്ടിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അന്നും യജമാനൻ പതുക്കെ കതക് തുറന്ന് കൊച്ചമ്മയറിയാതെ അവളുടെ മുറിക്കുള്ളിൽ വരുമായിരുന്നു. ഗർഭിണിയാകുമായിരുന്നെങ്കിൽ ചുമതലപ്പെട്ട യജമാനൻ അതിനു പരിഹാരം നോക്കുകയില്ലേ? എന്നാലും അവൾക്ക് പ്രസവിക്കണ്ട. ജാനകിക്ക് ഗർഭത്തെക്കുറിച്ച് മുമ്പുണ്ടായിരുന്നിടത്തോളം ഭീതി ഇപ്പോൾ ഇല്ലാതായി. തനിക്ക് അപകടം പിണഞ്ഞു കാണുകയില്ല എന്നൊരു വിശ്വാസം എങ്ങനെയോ അവൾക്ക് കൈവന്നു. പക്ഷേ അപകടം പറ്റിയിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ആ വീട്ടിൽ നിന്ന് പോന്നത് മടയത്തരമായി പോയോ? ജാനകി എഴുന്നേറ്റ് നടന്നു. ആ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നില്ല. ലക്ഷ്യമില്ലാതെ മുന്നോട്ട് തന്നെ പോയി. സന്ധ്യയായി. എവിടെയെങ്കിലും ഒരു കൂരയ്ക്ക് താഴെ അഭയം തേടണം. വഴിയരികിലെ കൊച്ചു വീടിന്റെ ഉമ്മറത്ത് ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നത് കണ്ടു. അവൾ അങ്ങോട്ട് കയറി ചെന്നു. അന്ന് രാത്രിയിൽ അവിടെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം എന്നവൾ അപേക്ഷിച്ചു. പക്ഷേ ആരും സ്വൽപ്പനേരത്തേക്കൊന്നും മിണ്ടിയില്ല. ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, "എന്താടി, അവര് ചോദിച്ചത് കേട്ടില്ലയോ?" ഭാര്യ മറുപടി പറഞ്ഞു, "ആ, ഇന്നിവിടെ കഴിഞ്ഞോട്ടെ." ആ ഗൃഹനായികയുടെ അനുവാദം നൽകൽ ഒരു മനസ്സില്ലാ മനസ്സോടെയായിരുന്നുവെന്ന് ജാനകിക്ക് തോന്നി. ആ 2 സ്ത്രീകളും തമ്മിൽ രാത്രി ഒട്ടധികം ഇരുട്ടുന്നതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നു. ജാനകിയുടെ കഥ വിവരിക്കുവാൻ തന്നെ കുറേ സമയം വേണമല്ലോ. അത് സ്വൽപ്പം നീണ്ടതല്ലേ? പകലത്തെ ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും ജാനകിക്ക് ഉറക്കം വന്നില്ല. ഏതാണ്ട് ഒരാൾ കിടന്നാൽ ഉറക്കം പിടിക്കാൻ വേണ്ടിവരുന്ന സമയം കഴിഞ്ഞപ്പോൾ അടുത്ത മുറിയിൽ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത് കേൾക്കായി. "എടി, ആ പെണ്ണുമ്പിള്ള എവിടുത്തുകാരിയാ?" ഭാര്യ ജാനകിയുടെ കഥ വിവരിച്ചു കേൾപ്പിച്ചു. ആ സ്ത്രീ പറഞ്ഞു നിർത്തി. അവരൊരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയായിരുന്നു. ഇന്നലെ ഏമാൻ കേറി പിടിച്ചെന്നാ പറഞ്ഞത്. വീട്ടുകാർ ഉണരുന്നതിനു മുൻപ് അവിടെ വിട്ടുപോയെന്ന്. ഒരു നിമിഷം കഴിഞ്ഞ് ആ സ്ത്രീ തുടർന്നു, "എനിക്ക് തോന്നുന്നത് ഏമാനെ അവര് കയറി പിടിച്ചു. കൊച്ചമ്മ കണ്ടുപിടിച്ചു. രായ്ക്ക് രാമാനം അടിച്ചു പുറത്തിറക്കി. അങ്ങനെ ആയിരിക്കുമെന്നാ. എന്നിട്ട് നമ്മളോട് പറയുമ്പോ ശീലാവധി ചമയുകയാണ്. ഇന്നലെയാ അവർക്ക് അങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നതെന്നാ അവര് പറയുന്നത്. അതവര് പറഞ്ഞപ്പോ മുഴുവൻ കള്ളമാണെന്ന് തോന്നി. അതുവരെ എനിക്ക് കഷ്ടം തോന്നിയതാ. വീട്ടുവേലയ്ക്കൊക്കെ നിൽക്കുന്നതല്ലേ, ചീത്തയായിരിക്കും." അയാൾ അഭിപ്രായപ്പെട്ടു. "അല്ലടി, അവരെ കണ്ടിട്ട് ഒരു ചീത്ത പെണ്ണുമ്പിള്ളയാണെന്ന് തോന്നുന്നില്ല. അവരുടെ മുഖം കണ്ടാൽ അറിയാം." കുന്നായ്മയോടെ ആ ഭാര്യ ചോദിച്ചു, "എന്നാ നമുക്കിവിടെ അങ്ങ് പാർപ്പിച്ചു കളയാം, എന്താ?" ഒരു നിസ്സഹായതയോടെ അയാൾ പറയുന്നത് കേൾക്കായി. "എന്നാണോ ഞാൻ പറഞ്ഞത്?" ഭാര്യ ചോദിച്ചു. "ഞാൻ അറിയും ആളിനെ. കോലയിൽ തുണി ചുറ്റിയാൽ പൊക്കി നോക്കുന്ന ആളാന്ന്. അന്തിക്ക് കേറിക്കിടക്കാൻ വന്ന ഒരുത്തിയുടെ മുഖം കണ്ടാൽ അറിയാം പോലും. നേരം വെളുക്കട്ടെ, ഞാൻ പറഞ്ഞയക്കും." അയാൾക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അയാൾ ഒന്നു പറഞ്ഞു. തെരുവാധാരമായി തീർന്ന ഒരു സ്ത്രീയെക്കുറിച്ച് കാര്യമില്ലാതെ അപവാദമുണ്ടാക്കരുത് എന്ന്. ആ ഭാര്യ പയറ് വറുക്കും പോലെ പറഞ്ഞു. "ഒരുവള് രാത്രി വന്നു കയറി. അതുകൊണ്ട് എനിക്കാണിപ്പോ കുന്തം വന്നത്." ഭർത്താവ് ചോദിച്ചു, "അതെന്താടി? എനിക്കുറങ്ങാനൊക്കുമോ? രാത്രിയിൽ എന്റെ അടുത്ത് നിഴഞ്ഞ് അങ്ങേ മുറിയിൽ ചെന്നെങ്കിലോ? അവള് കിടക്കുന്നിടത്ത് വീട്ടിലെ ആണുങ്ങൾ അങ്ങനെ ഇഴഞ്ഞു ചെല്ലും. അങ്ങനെയല്ലയോ ഇന്നലെ നടന്നത്? അതല്ലയോ അവളെ അടിച്ചിറക്കിയത്?" പിറ്റേ ദിവസം രാവിലെ പ്രഭാതമാകുന്നതിനു മുൻപേ ജാനകി എഴുന്നേറ്റ് പുറത്തിറങ്ങി. ഗൃഹനായിക യാത്ര പറയുന്നതിനു മുൻപ് തന്നെ അവൾ പോകാൻ തയ്യാറാവുകയായിരുന്നു. എന്നാൽ തന്റെ സത്യസന്ധത ആ സ്ത്രീയെ ബോധ്യപ്പെടുത്തണമെന്ന് ജാനകിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്ങനെ ബോധ്യപ്പെടുത്താനാണ്? ആ സ്ത്രീയെ എന്നല്ല, ലോകത്തെ തന്നെ എങ്ങനെ ബോധ്യപ്പെടുത്തും? ആണയിടാം, കാലുപിടിച്ച് പറയാം.
അതെല്ലാം കള്ളത്തരമാണെന്നേ ആളുകൾ പറയുകയുള്ളൂ. ഈ പെരുവഴിയിൽ കൂടി നടക്കുമ്പോൾ അവളെ കാണുന്ന ആളുകൾ ഒരു നല്ല സ്ത്രീ പോകുന്നതായി പറയുകയില്ല. എന്തെങ്കിലും ആരോടെങ്കിലും ഈ ലോകത്തിൽ അവൾക്ക് പറയേണ്ടി വന്നാൽ നല്ലവളല്ലാത്ത ഒരു സ്ത്രീ സംസാരിക്കുന്നു എന്ന ധാരണയിലെ അവർ ചെവി കൊള്ളുകയുള്ളൂ. എന്തൊരു ഭാഗ്യദോഷമോ! അവൾ യജമാനനെ കയറി പിടിച്ചു. തെരുവാധാരമായ അവൾക്ക് രാത്രിയിൽ അഭയം കൊടുത്ത സ്ത്രീയുടെ ഭർത്താവ് ഇഴഞ്ഞ് അവളുടെ അടുത്ത് ചെല്ലുമെന്ന്. ഇനിയും ഇങ്ങനെ എന്തെല്ലാം സഹിക്കേണ്ടി വരും. ഭാര്യയും ഭർത്താവും ഉറക്കമുണർന്നിരുന്നില്ല. അവൾ മുറ്റത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, "ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ." വീട്ടുകാർ പുറത്തിറങ്ങി. നിറഞ്ഞ കൃതജ്ഞതയോടെ ജാനകി പറഞ്ഞു, "എന്റെ ജീവിതത്തിൽ ഞാനിത് മറക്കുകയില്ല. അത്ര വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തത്." ഗ്രഹനായിക ആ നന്ദിപ്രകടനം വകവെച്ചതായി തോന്നിയില്ല. ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നതായി അയാൾ കണ്ടു. പരിക്ഷീണയായി നടന്നുപോകുന്ന അവളെ തന്നെ അയാൾ നോക്കി നിൽക്കുന്നത് വളരെ നേരമായി ആ ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ തന്നെത്താൻ മറന്നതുപോലെ തോന്നി. അവൾക്കൊരു ശുണ്ഠി വന്നു. ഭാര്യ ശാസിക്കുകയാണ്, "അവള് കരളും പിടിച്ചു പറിച്ചുകൊണ്ട് പോയോ? എന്റെ തമ്പുരാനേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? വഴിനീളെ അവചരിച്ചു നടക്കുന്ന ഒരുത്തി വന്നു കയറി. അവളെ നോക്കി നിൽക്കുന്ന നില കണ്ടോ?" ആ ഭർത്താവ് ഒരു സ്വപ്നത്തിൽ നിന്നുണർന്ന പോലെ പറഞ്ഞു, "അല്ലടി, നീ പറയുന്നത് പോലെ ഒരുത്തിയല്ല. ഒരു കുടുംബത്തമുണ്ട് ആ പെണ്ണുമ്പിള്ളെ കണ്ടിട്ട്." അങ്ങനെ ഒരാളിന്റെ ഹൃദയത്തിൽ അവൾക്ക് അവളെക്കുറിച്ച് തന്നെ സഹതാപാർദ്രമായ ഒരു ചിത്രം രചിക്കാൻ കഴിഞ്ഞു. അത്രയുമായി. ആ മനുഷ്യന്റെ സഹതാപം എന്നെങ്കിലും എപ്പോഴെങ്കിലും അവൾക്ക് പ്രയോജനപ്പെടുമോ? അധ്യായം 2. ഓച്ചിറ അമ്പലത്തിലെ ഒരു ആൽത്തറയിൽ കാഷായ വസ്ത്രം ധരിച്ച ഒരു ഭജനക്കാരനും ഭജനക്കാരിയും കൂടിയിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. അല്പമകന്ന് ഒരിടത്ത് 3-4 വൃദ്ധകളായ ധർമ്മക്കാരികൾ ഇരിക്കുന്നുണ്ട്. ഒരു വൃദ്ധ പറയുകയാണ്, "പിന്നെ നിങ്ങളിത് കാണുന്നുണ്ടല്ലോ?" മറ്റൊരു വൃദ്ധ പറഞ്ഞു, "ഞാൻ അതിന്നല്ല, കുറെ ദിവസമായിട്ട് കാണുകയാണ്." മൂന്നാമത്തെ വൃദ്ധ പറഞ്ഞു, "അല്ലേ, അവര് ഭജനത്തിന് വന്നുവെന്ന് വിചാരിച്ച് അവർക്ക് ചെറുപ്പമല്ലയോ?" ആദ്യത്തെ വൃദ്ധയ്ക്ക് ആ നിലയ്ക്കല്ല ഇത് കാണുവാൻ കഴിയുന്നത്. അവർ ചോദിച്ചു, "ചുമ്മാതല്ല, ഈ അമ്പലത്തിന്റെ കഴകത്തു പോണത്. ഭജിക്കാൻ വരുന്നവർ ഭജിക്കണം, അല്ലാതെ ശൃംഗരിക്കുകയല്ല വേണ്ടത്. ഈ തിരുസന്നിധിയിലിരുന്ന് ഇതൊന്നും പാടില്ല." മൂന്നാമത്തവൾ ഇടയ്ക്കു കയറി പറഞ്ഞു, "അവൾ എന്നാ ചെയ്തുവെന്നായി പറയുന്നത്?" ഒന്നാമത്തെ വൃദ്ധ ഒരു വാദപ്രതിവാദത്തിന് തയ്യാറായി. ഭജിക്കാനായിട്ട് ഭക്തിയോടുകൂടി വരുന്നവർ മാത്രമേ ഇവിടെ ഭജനത്തിന് വരാവൂ. രണ്ടാമത്തെ വൃദ്ധയ്ക്ക് അതിന് സമാധാനം പറയുവാനുണ്ടായിരുന്നു. "അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ നമ്മൾ ആരും ഇവിടെ വരാനുള്ളവരല്ല. നമ്മുടെയൊക്കെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ. വീടോ അവിടെ ഒരു നേരത്തെ വകയോ കൊണ്ടുതരാൻ ആളുകളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ ഭജനത്തിന് വരുമോ? സുഖമായിട്ടൊരുത്തന്റെ കൂടെ പൊറുക്കേണ്ട പ്രായം. നല്ല പെങ്കൊച്ച്. നമ്മളൊക്കെ നമ്മുടെ കാര്യമൊന്ന് ഓർത്തു നോക്ക്. അവളുടെ പ്രായത്തിൽ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ ഭജിക്കുകയും നാമം ചൊല്ലുകയുമായിരുന്നോ?" ഒന്നാമത്തെ വൃദ്ധ ഒട്ടും വഴങ്ങിക്കൊടുക്കുന്ന പ്രകൃതമല്ല. അവരുടെ പരാതി ഈ തരത്തിലുള്ള ആളുകൾ വന്ന് ക്ഷേത്രപരിസരവും ക്ഷേത്രത്തിന്റെ വിശുദ്ധിയും അശുദ്ധമാക്കുന്നു എന്നാണ്. ആ കാരണം കൊണ്ട് ക്ഷേത്രദർശനത്തിന് വരുന്ന ധർമ്മിഷ്ഠർക്ക് വിശ്വാസം നശിക്കുന്നു. അതിന്റെ ഫലം അവരിങ്ങനെ വ്യക്തമാക്കി. നമ്മളിവിടെ വന്ന കാലത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ധർമ്മത്തിന്റെ പകുതി ഇന്ന് കിട്ടുന്നുണ്ടോ? മൂന്നാമത്തെ വൃദ്ധ പറഞ്ഞു, "അത് ഭജനക്കാര് കൂടിപ്പോയതുകൊണ്ടാ." ഒന്നാമത്തെ വൃദ്ധ അത് മുഴുവനായി അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. ഭജനക്കാരുടെ സംഖ്യ കൂടിയെങ്കിൽ ഓച്ചിറ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും വർദ്ധിച്ചിട്ടുണ്ട്. പണ്ടത്തേതിന്റെ 10 മടങ്ങ് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അവർ രൂക്ഷമായി പറഞ്ഞു, "ഇപ്പം ആരെങ്കിലും ഇവിടെ വരുമെന്ന് വിചാരിക്കുക. ദേ അങ്ങോട്ട് നോക്കിയേ, അവള് തല കുനിച്ച് നാണത്തോടെയാ ഇരിക്കുന്ന ഇരിപ്പും അയാൾ അവരുടെ ചെവിക്കകത്തേക്ക് ഏതാണ്ടോ പറഞ്ഞു കൊടുക്കുന്നതും കണ്ടാല് ഭജനക്കാർക്ക് ധർമ്മം കൊടുക്കാനായിട്ട് വരുന്ന ആളുകൾ എന്തോന്നാ വിചാരിക്കുന്നേ?" വൃദ്ധകളെല്ലാം അങ്ങോട്ട് നോക്കി. ഒന്നാമത്തെ വൃദ്ധ ചിത്രീകരിച്ച ആ രംഗം കണ്ടു. സത്യത്തിൽ ആ ദൃശ്യവർണ്ണനയും ഒത്തിരുന്നു. ജാനകി അവൻ അതിമുഖയായി ഇരിക്കുകയാണ്. അവളുടെ ചെവിക്കുള്ളിലേക്ക് ആ പുരുഷൻ ഒരു പ്രണവം ഉപദേശിക്കുകയാണ്. ആരറിഞ്ഞു? എങ്ങനെ അറിയാം അത് പ്രേമത്തിന്റെ പ്രണവമന്ത്രമല്ലെന്ന്? വഴിയാധാരമായി തീർന്ന ഒരു സ്ത്രീ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയല്ല, ശല്യം കൂടാതെ രാത്രി കഴിച്ചുകൂട്ടുവാൻ വേണ്ടി ഓച്ചിറ പരബ്രഹ്മസന്നിധിയിൽ ചെന്നുകൂടിയതാണ്. അവിടെ കാവ്യവസ്ത്രം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടു. ആകെ ഒരു പുടവയും ഒരു കൈലിയും 2 ബ്ലൗസുമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അത് കാവിയിൽ മുക്കി അങ്ങനെ അവൾ ഓച്ചിറ ഭജനക്കാരിയായി. അവിടുത്തെ ഭജനം അഭിഷ്ടസിദ്ധിയുടെ കാര്യത്തിൽ പച്ചിലയും കത്രികയും പോലെ പറ്റുന്നതാണെന്ന്
ആളുകൾ പറഞ്ഞു കേട്ടു. അവിടെ വരുന്ന ഭജനക്കാരും ഭക്തജനങ്ങളുമെല്ലാം അങ്ങനെയുള്ളവരാണത്രേ. ജാനകിക്ക് പ്രാർത്ഥിക്കാൻ കാര്യങ്ങളില്ല. എന്തിനെപ്പറ്റിയാണ് അവൾ പ്രാർത്ഥിക്കുന്നത്? അമ്മ അനുജത്തിമാരെ ഏൽപ്പിച്ചിട്ട് മരിച്ചു. അന്നവൾക്ക് പ്രാർത്ഥിക്കാൻ കാര്യമുണ്ടായിരുന്നു. ഭാരതിക്കും ഭവാനിക്കും പത്മിനിക്കും നല്ലത് വരുത്തണമേ എന്ന് വല്ലപ്പോഴുമൊക്കെ അന്നവൾ പ്രാർത്ഥിച്ചു കാണും. ഇന്ന് ഭാരതിയുണ്ടോ? ഭവാനിയുണ്ടോ? എന്തോ തീർച്ചയായും ഗൗരിയില്ല. വേണമെങ്കിൽ പത്മിനിക്ക് ദുഃഖം വരുത്തരുതേ എന്നവൾക്ക് പ്രാർത്ഥിക്കാം. ജാനകിക്ക് സ്വന്തമായി എന്ത് കാര്യമാണ് പ്രാർത്ഥിക്കാനുള്ളത്? അവിടെ വന്ന് ഏതാനും ദിവസത്തിനകം പ്രാർത്ഥിക്കാനുള്ളൊരു വിഷയം എങ്ങനെയോ രൂപം പ്രാപിച്ചു. അവൾ ഓച്ചിറ പരദേവതയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു: എന്റെ പരദേവതേ, എനിക്ക് ദുർബുദ്ധി തോന്നിക്കരുതേ. ഭക്തജനങ്ങളിൽ നിന്നും വല്ലതുമെല്ലാം കിട്ടും. അതുകൊണ്ടവൾ ജീവിക്കും. ക്ഷേത്രപരിസരം വിട്ട് അവൾ പോകാതായി. ക്ഷേത്രത്തിലെ ആ ജീവിതം കൊണ്ട് അവൾക്ക് പ്രത്യേകമായൊരു ചൈതന്യം വന്നു. ശരീരം ഒന്ന് നന്നായി. കവിളുകൾക്ക് അല്പമായ ഒരു അരുണിമയുമുണ്ടായി. ആരും അവളെ ഒന്ന് ശ്രദ്ധിക്കും. ചില ദിവസങ്ങളായി ഒരു ഭജനക്കാരനെ അവൾ അവിടെ കാണാറുണ്ട്. അവർ ഒരുമിച്ചാണ് ആൽപ്രദക്ഷിണം ചെയ്യാറുള്ളത്. അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഇരുവർക്കും അറിഞ്ഞുകൂടാ. മനഃപൂർവമായി അങ്ങനെ യോജിച്ചു പോകുന്നതുമല്ല. ആ പുരുഷന് മാറാരോഗമോ അംഗവൈകല്യമോ ഒന്നുമില്ല. 40-45 വയസ്സുള്ള ഒരു മനുഷ്യൻ. വേണമെങ്കിൽ ജോലി ചെയ്ത് കാലക്ഷേപം കഴിക്കാം. അങ്ങനെയൊരാൾ. അയാൾ എന്തിന് ഭജനക്കാരനായി എന്ന് ചിലപ്പോഴെല്ലാം ജാനകി ആലോചിക്കും. വല്ല കാര്യവും സാധിക്കാനായി വന്ന് ഭജനമിരിക്കുന്നതായിരിക്കും. ഒരു ജിജ്ഞാസ അവൾ അറിയാതെ അവളിൽ വളർന്നു. അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അവിടെയുള്ള മറ്റാരെയും കുറിച്ച് അറിയണ്ട. എന്നും ഉച്ചയ്ക്ക് ശേഷം ആൽത്തറയിലിരുന്ന് അയാൾ പുരാണപാരായണം ചെയ്യാറുണ്ട്. ഭജനക്കാർ അത് കേൾക്കാനായി അവിടെ കൂടും. എന്നും ആ സമയത്ത് അവിടെ എത്താറുള്ള ഒരു ഭജനക്കാരി ജാനകിയാണ്. ഭാഗവതത്തിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് ചില വരികൾ അവളുടെ മുഖത്ത് നോക്കി അയാൾ ചൊല്ലുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അറിയാതെ തന്നെ അവളുടെ തല കുനിഞ്ഞുപോകും. എന്തിനുവേണ്ടി അയാൾ അങ്ങനെ അവളുടെ മുഖത്ത് നോക്കുന്നു? അപ്പോൾ അവളുടെ തല കുനിഞ്ഞുപോവുക മാത്രമല്ല, കവളുകളിൽ അരുണിമയേറുകയും ചെയ്യും. ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന് അനുഭവപ്പെടുന്നുണ്ട്. പണ്ടുപണ്ട് 20-ാം വയസ്സിൽ മാഞ്ചുവട്ടിൽ വെച്ച് പപ്പുച്ചേട്ടനെ കണ്ടുമുട്ടിയപ്പോഴത്തെ അനുഭൂതിയെപ്പോലെയല്ല. അന്നത്തെ പോലെ നെഞ്ചിന്റെ ഇടിപ്പില്ല. ഞരമ്പുകൾ പൊട്ടുന്നതുപോലെ തോന്നുന്നില്ല. ശരീരം വിറയ്ക്കുന്നില്ല. ചൂടുപിടിക്കുന്നില്ല. പക്ഷേ ആ അനുഭവം അയാൾ നോക്കുമ്പോൾ ജാനകി ഓർത്തുപോകാറുണ്ട്. ഭാഗവത പാരായണ വേളയിൽ മാത്രമല്ല അയാൾ അവളെ നോക്കുന്നത്. അപ്പോൾ അയാൾ അവളെ കേൾപ്പിക്കാൻ വേണ്ടി വായിക്കുന്നതുപോലെ നോക്കുമെന്നേ ഉള്ളൂ. അവൾ നടന്നു പോകുമ്പോൾ, തനിച്ചിരിക്കുമ്പോൾ, അങ്ങനെ എപ്പോഴും തന്നെ അയാളുടെ നോട്ടം അവളെ പിന്തുടരാറുണ്ട്. ഒരു പുരുഷൻ അവളെ ഗൗനിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഗൗനിക്കപ്പെടുന്നു എന്ന ബോധം അവൾക്കുണ്ടാകുന്നത് ആദ്യമായിരിക്കും. ഏത് സ്ത്രീക്കും അതിൻ്റേതായൊരു നേട്ടമുണ്ട്. ആ സ്തോഭം അവൾക്കുമുണ്ടായി. ഒരു കണ്ണാടിയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവൾ മുഖം നോക്കുമായിരുന്നു. കുങ്കുമച്ചെപ്പുണ്ടായിരുന്നെങ്കിൽ കുങ്കുമം തൊടുമായിരുന്നു. ആ കാവിയിൽ മുക്കിയ വസ്ത്രങ്ങളേ ഉള്ളൂ. എങ്ങനെ ഒരുങ്ങുവാനൊക്കും? എന്നാലും അവൾ സമൃദ്ധമായ അവളുടെ തലമുടി കോതി ഭംഗിയായി കെട്ടിവെക്കും. ഒരു ദിവസം അവൾ കുളി കഴിഞ്ഞു പോവുകയായിരുന്നു. അവൾ ആൽച്ചുവട്ടിലെത്തി. അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. മറ്റാരും അടുത്തില്ല. അയാൾ ചോദിച്ചു, നിങ്ങളുടെ വീടെവിടാ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പേടിച്ച് അയാൾ നാലുപാടും നോക്കി. അവൾ നിന്നില്ല. അവളുടെ മുഖം ഒന്ന് പ്രകാശിച്ചു. അവളിൽ നിന്നും ഒരു മറുപടി ഇതായിരുന്നു: അതാ ഞാനും ചോദിക്കുന്നേ. അയാളുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിലല്ല ആ മറുപടി. ഒരു മന്ദഹാസം അവളുടെ ചുണ്ടുകളിൽ കളിയാടുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ഉയർന്നു. വേണമെങ്കിൽ പറഞ്ഞുകൊള്ളുക, അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞുവെന്ന്. അവൾ പറഞ്ഞു, എനിക്ക് വീടില്ല. അപ്പോൾ അയാൾക്കും പറയുവാനുണ്ട്, എനിക്കും വീടില്ല. നമുക്ക് രണ്ടുപേർക്കും വീടില്ല എന്നുകൂടി അവർ പറയേണ്ടിയിരുന്നു. പക്ഷെ പറഞ്ഞില്ല. ഒരുപക്ഷെ ആ വാചകം മനസ്സിൽ ഉയർന്നിരിക്കാം. എന്തോ. അവൾ നടന്നകന്നു കഴിഞ്ഞു. പിന്നീടവർ വർത്തമാനം പറഞ്ഞു തുടങ്ങി. അയാൾ അയാളുടെ കഥ പറഞ്ഞു. അതത്ര വലുതൊന്നുമല്ല. അയാൾ വിവാഹം കഴിച്ചവനാണ്. പാടുപെട്ട് ഭാര്യയെ പുലർത്തി വന്നു. അയാൾ അവളെ സ്നേഹിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അവൾ അയാളെ വഞ്ചിച്ചു. ഇത്രയേയുള്ളൂ. ജാനകി ചോദിച്ചു, അപ്പം അങ്ങനെയല്ലാത്ത ഒരുത്തിയെ കിട്ടാൻ വേണ്ടിയാണോ ഭജനമിരിക്കുന്നത്? അവളുടെ കഥ മുഴുവൻ അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളും ചോദിച്ചു, ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണോ അപ്പോ ജാനകി ഭജനമിരിക്കുന്നത്? അല്ലയോ?
പിന്നീട് മുതലാണ് ദുർബുദ്ധി തോന്നിക്കരുതേ എന്ന് അവളുടെ പ്രാർത്ഥനയ്ക്ക് രൂപം കൈവന്നത്. ആത്മാർത്ഥതയോടെ അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ അടുത്തടുത്തിരുന്ന് നീണ്ടു സംസാരിക്കും. അതവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പറഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞവസാനിപ്പിക്കുകയില്ല. ഒരു ദിവസം ഒരു 100 പ്രാവശ്യം അയാൾ അവളുടെ ചെവിയിൽ മന്ത്രിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെന്നും എപ്പോഴൊക്കെ പറയുന്നുവോ അപ്പോഴൊക്കെ കുളിർമയുടെ ഒരു അനുഭൂതി അവളുടെ ശിരാചക്രത്തിൽ ഉണ്ടാകാറുണ്ട്. അതൊരാനന്ദമാണ്. അവൾ അറിയാതെ തന്നെ അവൾ പറഞ്ഞുപോകും, ഞാനും സ്നേഹിക്കുന്നു. തീർച്ചയായും അയാൾക്കും അവളുടേതുപോലെയുള്ള ഒരു അനുഭൂതി ഉണ്ടായിരിക്കും. ആ വൃദ്ധകളായ ഭജനക്കാരികൾ ഈ നിലയിലാണ് അവരെ കണ്ടത്. 2 പറവകൾ, ആണും പെണ്ണും, മരക്കൊമ്പിലിരുന്ന് ചലബല എന്ന് ചിലച്ചുകൊണ്ട് രോമാഞ്ചം കൊള്ളാറില്ലേ, അതുപോലെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഏതോ ഒരണക്കെട്ടിൽ തടഞ്ഞു നിൽക്കുന്നതുപോലെ തോന്നി. ഒരൽപ്പവും മുന്നോട്ടു പോയിട്ടില്ല. വളരെ നാളായി പോകുന്നില്ല. അതിനുമപ്പുറം എന്തെന്ന് ഇരുവർക്കും അറിഞ്ഞുകൂടായകലാണോ? സ്നേഹത്തിന്റെ തുടർച്ചയുടെ ഭാഗം. തീർച്ചയായും ആ നിശ്ചലാവസ്ഥയിൽ ആണിനും പെണ്ണിനും നീണ്ട നാൾ കഴിയാൻ സാധിക്കുകയില്ല. പക്ഷെ അങ്ങനെ ഓച്ചിറ പരബ്രഹ്മസന്നിധിയിൽ ഒരാണും പെണ്ണും കഴിയുന്നു. ഏതാണ് ആ അണക്കെട്ട്? ജാനകി അവളെക്കുറിച്ചുള്ള എല്ലാം തന്നെ അയാളോട് പറഞ്ഞു. ഒരു കാര്യമൊഴിച്ച്, പപ്പുച്ചേട്ടനും അവൾ വേലക്കാരിയായി താമസിച്ച വീട്ടിലെ യജമാനനും ഒഴിച്ച് മറ്റെല്ലാ മനുഷ്യരും ആ ജീവിത കഥാകഥനത്തിൽ വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. ആ 2 വ്യക്തികൾ വന്നില്ല. അവർ വരേണ്ടവരല്ലേ? അവരെ കൂടാതെ ആ ജീവിതകഥ പൂർണ്ണമാകുമോ? അയാൾ അവളെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് ആശ്ലേഷിക്കുമെങ്കിൽ ഒരുപക്ഷെ ആ പേരുകൾ കൂടി ഒരു കുറ്റസമ്മതത്തിന്റെ പേരിൽ അവൾ പറയുമായിരിക്കാം. ആ പേരുകൾ അവൾ പറഞ്ഞാൽ ഒരുപക്ഷെ 38 വയസ്സിന്റെ പേരിൽ അയാൾ അവൾക്ക് മാപ്പ് കൊടുത്തേക്കും. അപ്പോൾ അയാളുടെ ആശ്ലേഷത്തിന് മുറുക്കം കാണുകയില്ലായിരിക്കും. ചുംബനത്തിന് ചൂടും. അവൾ അത് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഏത് സ്ത്രീയാണത് പറയുന്നത്? ജാനകി കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അയാളുടെ നാടേതെന്ന്. അവൾക്ക് അയാളുടെ ഭാര്യയുടെ പേര്, വയസ്സ്, തഞ്ചം, അങ്ങനെ അവളെക്കുറിച്ചെല്ലാം അറിയണം. അവളുടെ വഞ്ചനയുടെ കഥയറിയണം. പക്ഷേ അതവൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഒരു ഭാര്യ കാമുകിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കും. 2ാമത്തെ ഭാര്യയും മുൻ ഭാര്യയെക്കുറിച്ച് ചുഴിഞ്ഞു ചോദിക്കും. അത് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. മുൻ ഭാര്യയെയോ കാമുകിയോ അവളുടെ ജീവിതത്തിൽ കടന്നുകൂടുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും അങ്ങനെ ചോദിക്കും. എല്ലാം അറിഞ്ഞാൽ തന്നെയും മതിയാവുകയില്ല. അയാൾ എല്ലാമൊന്നല്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ നിന്നും അയാൾ ഒഴിഞ്ഞുമാറുകയാണ് പതിവ്. ഒഴിഞ്ഞുമാറാൻ ഒരു പഴുതും കിട്ടിയില്ലെങ്കിൽ അയാൾ ഒരു വിമ്മിഷ്ടത്തിൽപ്പെട്ട് വിഷമിക്കുന്നതുപോലെ തോന്നും. പിന്നെ ജാനകി അപ്പോൾ തുടരുകയില്ല. എന്തിനതറിയുന്നു എന്നവൾ ചിലപ്പോൾ വിചാരിക്കും. അറിയാനുള്ള അവകാശത്തെക്കുറിച്ച് അവൾ സംശയാലുവാകും. ഇനി ചോദിക്കുകയേയില്ല എന്ന് വയ്ക്കും. പക്ഷേ അധികനേരം ആ വിധം ഉറച്ചു നിൽക്കാൻ അവൾക്ക് വയ്യ. അവൾ അറിയാതെ തന്നെ അവളുടെ തലമുടിയിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അയാളോട് അവൾ ചോദിക്കും, ഭാര്യയ്ക്ക് ഒരുപാട് തലമുടിയുണ്ടായിരുന്നോ? ചിലപ്പോൾ അയാൾ പേടിക്കുന്നതുപോലെ തോന്നും. മറ്റു ചിലപ്പോൾ കോപം കൊണ്ട് കണ്ണുകൾ ഒന്നുരുളുന്നതുപോലെയോ പല്ല് കടിക്കുന്നതുപോലെയോ ഒക്കെ തോന്നും. അപ്പോൾ അവൾ നടുങ്ങിപ്പോകും. വേറെ ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റേതുപോലെ ആ മുഖം നിഷ്കളങ്കമായി തോന്നും. അയാളെ നോക്കിയിരിക്കവേ ആ കാണുന്നതല്ലാതെ എന്തോ ഒന്നാണ് അയാൾ എന്ന് ധരിച്ചു പോകും. ആ സമൃദ്ധമായി വളരുന്ന താടി എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. മുഖത്തൂന്ന് ഈ കാടെടുത്തു കളഞ്ഞെങ്കില് ഇപ്പം ചിലപ്പം നോക്കിയാ പേടിയാവും. ആ മീശകൾക്കിടയിൽ കൂടി ഒരു പുഞ്ചിരിയുടെ ലേശം പ്രകടമാക്കി അയാൾ പറഞ്ഞു, ഭജനക്കാരനല്ലേ? പുരികം വെട്ടിച്ചുകൊണ്ടവൾ പറഞ്ഞു, അതെ, വലിയ ഭക്തനാ, ഭജനക്കാരനാ. അവൾ ചിരിച്ചു. അയാൾ ചോദിച്ചു, ഇന്നുവരെ ഞാൻ ഭജനം ലംഘിച്ചോ? അവൾക്ക് ചെറുനാണം വന്നു. നിലത്ത് അവൾ ഒരു കൽക്കഷ്ണമെടുത്ത് എന്തോ വരച്ചുകൊണ്ട് പറഞ്ഞു, അതും മറ്റുമില്ല, പക്ഷേല് ഭജിക്കുന്നത് വേറെയാ. അവൾ മിഴിയുയർത്തി അയാളെ നോക്കി. മീശകൾക്കിടയിൽ കൂടി ഒരു പുഞ്ചിരിയുടെ പ്രസന്നത പുറത്തുവന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഒരു ഭഗവതിയെ ഭജിക്കുകയാണ്. പരബ്രഹ്മത്തിൽ ഭഗവതിയും ഉൾപ്പെടും. അവൾ അവനതമുഖിയായി കൽക്കഷ്ണം കൊണ്ട് വരച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കവേ അവൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അയാൾ ചോദിച്ചു, എന്താ ജാനകി നെടുവീർപ്പിടുന്നത്? ഒന്നുമില്ല. സാവധാനം തല ഉയർത്തി അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ വീണ്ടും അവളുടെ തല കുനിഞ്ഞുപോയി. എന്തോ പറയാനാണ് അവൾ തല ഉയർത്തിയതെന്ന് തോന്നുന്നു. അവൾ പറഞ്ഞു,
എന്റെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് വളരെ വൈകിയ. അതിന്റെ തുടർച്ചയെന്ന പോലെ ഒരു വാചകം പുറത്തു വന്നു. 38ാമത്തെ വയസ്സില്. അയാൾ ചോദിച്ചു, അതിനെന്താ? അയാളുടെ മുഖത്ത് നോക്കി അവൾ ചോദിച്ചു, നേരത്തെ എന്റെ 19ാം വയസ്സില് എവിടെയായിരുന്നു? 19 കൊല്ലങ്ങൾക്ക് മുൻപ് അയാൾ എവിടെയായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ്. ഒരുപക്ഷെ അന്നയാൾ വന്നിരുന്നുവെങ്കിൽ അവളുടെ മാത്രമല്ല, അവളുടെ അനുജത്തിമാരുടെ ജീവിതം കൂടി മാറുമായിരുന്നില്ലേ എന്നവൾ വിചാരിച്ചിരുന്നിരിക്കാം. അത് ശരിയാണ്. അവൾക്ക് അവളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അന്ന് വന്നിരുന്നുവെങ്കിൽ ആ കുടുംബം തകരുകയില്ലായിരുന്നു. മറ്റുള്ളവർക്കും ഭർത്താക്കന്മാരുണ്ടാകാം, ഇല്ലെങ്കിൽ ഇന്നത്തെ പോലെ നശിക്കില്ലായിരുന്നു. അയാൾ ചോദിക്കുന്നത് കേൾക്കായി. ഈ 19 കൊല്ലത്തിനിടയ്ക്ക് നിനക്ക് വല്ലതുമൊക്കെ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും. അയാൾ പറഞ്ഞു നിർത്തുന്നതിന് മുൻപ് അവൾ കടന്നു പറഞ്ഞു, ഞാൻ എന്റെ എല്ലാം പറഞ്ഞു. ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ 5ാം വയസ്സിലിരുന്നതുപോലെയാ ഇന്നും. അത്രയും അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവളുടെ മനക്കണ്ണുകൾക്ക് മുൻപിൽ പപ്പുച്ചേട്ടനും ആ യജമാനനും പ്രത്യക്ഷമായി. അയാൾ അവരെ കാണുന്നു എന്നുപോലും അവൾ പേടിച്ചു. ഓ, അവർ മായുന്നില്ല. പല പ്രാവശ്യം അവൾ കണ്ണു ചിമ്മി നോക്കി. ഒരു ധൃതഗതിയോടെ അവൾ പറഞ്ഞു, അതല്ല, ഒരുപാട് താമസിച്ചുപോയി, അതാ പറഞ്ഞത്. ഞാൻ എന്റെ എല്ലാം അങ്ങോട്ട് തരാം, സൂക്ഷിച്ചു വെക്കൂ. പക്ഷേല് 38ാം വയസ്സ്. അയാൾ ചിരിച്ചു. ആ ചിരി അവളുടെ വാക്കുകളെ തൊണ്ടയിൽ വെച്ച് തടഞ്ഞു. അന്ന് സന്ധ്യയ്ക്ക് അയാൾ പെട്ടെന്ന് അയാളുടെ ഒരു തീരുമാനം അറിയിച്ചു. അന്നോളം അവൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന് പോകുന്നു. അവൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അയാൾ ഒരിക്കൽ കൂടി പറഞ്ഞു, ഞാൻ ഇന്ന് പോകുന്നു. ആ വാചകം അവളുടെ തലയിൽ കയറി. അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കുവാൻ അല്പം സമയമെടുത്തു. അവൾ മരവിച്ചിരിക്കുകയാണ്. പോവുക എന്ന കർമ്മത്തിന്റെ അർത്ഥം സാവധാനത്തിലാണെങ്കിലും അവൾക്ക് മനസ്സിലായി. നാളെ മുതൽ അയാളെ അവിടെ കാണുകയില്ല. പിന്നെ ഒരിക്കലും കണ്ടില്ലെന്നാവാം. എവിടെ, എന്തിനായി പോകുന്നു എന്ന് പോലും ചോദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ കൂടി ചെല്ലുന്നോ എന്നും അയാൾ ചോദിച്ചതുമില്ല. അയാൾ പോവുകയാണ്. പിന്നെ ഒന്നും മിണ്ടാതെ അയാൾ നടന്നു. അങ്ങനെ ക്ഷേത്ര പരിസരത്തിൽ തന്നെയുള്ള ഇരുളിലേക്ക് അയാൾ അപ്രത്യക്ഷനായി. അയാൾ പോയി കഴിഞ്ഞോ? പാവപ്പെട്ട പെണ്ണ്. അവൾ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവൾ പരബ്രഹ്മസന്നിധിയിൽ അഭയം തേടി. എന്തിനായി അവളെ തട്ടിയുണർത്തി? എന്തിനായി അവളിൽ പ്രതീക്ഷകൾ ഉളവാക്കി? എന്തിനായി അവളുടെ ഭാവിയിൽ സ്വപ്നങ്ങൾ വരച്ചു? അവൾ അടങ്ങിയൊതുങ്ങി കഴിയുമായിരുന്നു. പക്ഷേ അയാൾ ഒരിക്കലും അതിരുകടന്ന് ഒറ്റ ചുവട് വച്ചിട്ടില്ല. തന്നെത്താൻ അറിയാതെ ജാനകി അയാളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാം. അയാൾ അവളെ നശിപ്പിച്ചു എന്ന് പറയാൻ വയ്യ. വേണമായിരുന്നെങ്കിൽ അയാൾക്കത് ചെയ്യാമായിരുന്നു. ഈ നിലയ്ക്ക് അവളുടെ കരൽ മാന്തി കീറിയിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ അവളുടെ കന്യകാത്വം സംശയിക്കുകയാണോ എന്നാണ് ജാനകിക്ക് തോന്നിയത്. അധ്യായം 3. ലോകമൊക്കെ തീരെ ബോധം കെട്ടുറങ്ങിപ്പോകുന്ന സ്വൽപ്പസമയമുണ്ട്. രാത്രിയിൽ ഉറക്കമിളച്ചിരിക്കുമ്പോഴും നമ്മുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോകുന്ന ആ സമയം. നാം അപ്പോൾ മിഴികൾ വലിച്ചു തുറന്നു വയ്ക്കുമായിരിക്കും. ആ സമയം സൂക്ഷ്മമായി നല്ല കള്ളന്മാർക്കറിയാം. ആൾത്തറയിലും അവിടെയും ഇവിടെയുമെല്ലാം ജീവിതത്തിൽ നിന്നും ചവിട്ടി പുറന്തള്ളപ്പെട്ട കുറേ ജീവിതങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പേടിച്ചുള്ള നിലവിളിയും ദേഷ്യപ്പെടലും പിച്ചും പേയും പുലമ്പലും എല്ലാം അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്നതാണ്. ആ തീരാവ്യാധിക്കാരനും ഞൊണ്ടിയും കിളവനും കിളവിയുമെല്ലാം ഓരോ കടുത്ത സാമൂഹ്യ പ്രശ്നങ്ങളല്ലേ. ഇപ്പോൾ നിദ്രയുടെ അർത്ഥബോധാവസ്ഥയിൽ അതെല്ലാം ഉണ്ടാകും. പക്ഷേ മനുഷ്യൻ പൂർണ്ണമായി നിദ്രയ്ക്ക് കീഴടങ്ങിപ്പോകുന്ന ആ സ്വൽപ്പസമയം ഓച്ചിറപ്പടനിലം നിശബ്ദമാണ്. ജാനകി മാത്രം ഉറങ്ങിയിട്ടില്ല. അവൾ ആൽമരത്തിൽ ചാരി തല കുമ്പിട്ടിരിക്കുകയായിരുന്നു. വിരൽ ഞൊടിക്കുന്ന ഒരു ശബ്ദം കേട്ടെന്ന് തോന്നി അവൾ തല ഉയർത്തി. ആ താടിക്കാരൻ നീണ്ടു നിവർന്ന് അവളുടെ മുൻപിൽ നിൽക്കുന്നു. അയാൾക്കിപ്പോൾ ഉള്ളതിൽ കൂടുതൽ പൊക്കമുള്ളതുപോലെ തോന്നി. ഒരു വലിയ മാറ്റവും. ജാനകി എഴുന്നേറ്റു. അയാൾ തിരിഞ്ഞു നടന്നു. അനുഗമിക്കാൻ അയാൾ ആംഗ്യം കാണിച്ചു എന്ന് ജാനകിക്ക് തോന്നി. അവളുടെ ചുവടുകൾ ഓരോന്നോരോന്നായി അയാളുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നു. അവർ ക്ഷേത്ര പരിസരത്തിന് പുറത്തായി. അയാൾ നടക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്നുപോലുമില്ല. അവൾ പിന്നിലുണ്ടെന്ന് അയാൾ അറിയുന്നോ എന്നൊരു സംശയം. അങ്ങ് ദൂരെ എങ്ങോ നോക്കിക്കൊണ്ട് നീണ്ടു നിവർന്ന് അയാൾ നടക്കുന്നു. പിന്നാലെ സ്വപ്നത്തിലെന്ന പോലെ അവളും. ഓണാട്ടുകര പ്രദേശത്തെ നെല്ലിൻപാടങ്ങളും ഇരുവശവും ഇന്തിത്തൈകൾ വളർന്ന ഇടവഴികളും ഒക്കെ നടന്ന് വിജനമായ ഒരു തെങ്ങിൻ തോപ്പിൽ അവരെത്തി. നല്ല ചന്ദ്രികയുള്ള ഒരു രാത്രിയായിരുന്നു. അയാൾ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നീ വരുന്നോ?
ഞാൻ വരികയാ. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ചോദിച്ചു. എങ്ങോട്ടെന്നറിയാമോ? അതിനും ഉത്തരക്ഷണം മറുപടി ഉണ്ടായിരുന്നു. എവിടെ പോകുന്നുവോ അവിടെയൊക്കെ. വീണ്ടും ഒരു നിശബ്ദത. അത് സ്വൽപ്പം കനക്കൂടുതലുള്ളതായി അവൾക്ക് തോന്നി. അയാളുടെ കണ്ണുകൾ ഉരുളുകയോ തടില്ലത എന്തോ പ്രകാശിക്കുകയോ ചെയ്തതായി അവൾക്ക് തോന്നി. പല്ല് കടിച്ചുകൊണ്ടാണോ അയാൾ പറയുന്നത് എന്ന് സംശയിച്ചു. നിന്നെ കൊല്ലാനാണെങ്കിലോ? ഞാനങ്ങ് ചാകും. അല്പമകലെ എവിടെയോ ഒരു സർപ്പക്കാവിൽ ഒരു രാപ്പാടി ഉണർന്നു പാടി. പ്രപഞ്ചം നിദ്രയുടെ പുതപ്പിനുള്ളിൽ നിന്ന് അനങ്ങിയതുപോലെ ഒരു ചെറു കാറ്റ് വീശി. അയാളുടെ കണ്ണു നിറഞ്ഞു. ആ കൈക്കുള്ളിൽ കൂടി അവൾ അയാളുടെ വക്ഷസോട് ലയിച്ചു. എന്നിട്ട് അവൾ അയാളുടെ മുഖത്ത് നോക്കി നിന്നു, എന്തോ കിട്ടാൻ വേണ്ടി. നിലാവെളിച്ചത്തിൽ ആ പെണ്ണിന്റെ മുഖം അയാൾ കണ്ടു. അയാളുടെ താടിയിഴകൾ അവളുടെ കഴുത്തിൽ ഇരുവശവും കൂടി താഴോട്ട് വകന്നൊഴുകി കിടക്കുകയാണ്. ആ താടിയിലെ ഒരു രോമം പോലും അനങ്ങുന്നില്ല. പക്ഷേ അവൾക്കെന്തോ കിട്ടണം. അതിനുവേണ്ടി പെരുവിരൽ കുത്തി അവൾ മുകളിലേക്കാഞ്ഞു. അവളുടെ മുഖത്തിന് അയാളുടെ മുഖത്തോട് ചേരുവാൻ എന്നിട്ടും കഴിഞ്ഞില്ല. അയാളുടെ മുഖം താഴുന്നുമില്ല. തൊണ്ട ഇടർച്ചയോടെ അവൾ ചോദിച്ചു, എനിക്ക് തരികയില്ലേ? അയാൾ മെല്ലെ ഇല്ല എന്ന് തലകുലുക്കി. അവൾ നടക്കുകയാണ്. അയാൾ മുന്നിലും അവൾ പിന്നെയുമായി. അപ്പോൾ അയാൾ അങ്ങനെ നീണ്ടു നിവർന്ന് ദൂരെ നോക്കിയല്ല നടക്കുന്നത്. അവൾ സ്വപ്നാടനക്കാരിയുമല്ല. അവൾ പറഞ്ഞു, ഞാനെന്റെ തുണിക്കെട്ടെടുത്തിട്ടില്ല. എന്നെ ഞൊടിച്ചു, ഞാനിങ്ങു പുറകെ പോന്നു. അയാൾ സമാധാനം നൽകി. പൊതുക്കെട്ടിലെന്തിരിക്കുന്നു? എന്റെ പടകയും ഒരു ജമ്പറുമാണ്. നാളെ കാലത്ത് പടനിലത്തൊരു ഭൂകമ്പമുണ്ടായിരിക്കും. അയാൾ പറഞ്ഞു. എന്തു ഭൂകമ്പമാ? നമ്മൾ രണ്ടുപേരും കൂടി പോയീന്ന് പറയും. അവൾക്ക് കുറച്ച് കൂടുതൽ കൂടി പറയാനുണ്ട്. അവിടെ കുറെ കിളവികളുണ്ട്. അവർക്ക് കുറെ ദിവസത്തെ വർത്തമാനത്തിന് വകയായി. എന്നിട്ട് സ്വൽപ്പം കഴിഞ്ഞ് അവൾ ചോദിച്ചു, ഇത്ര ചടപടാന്ന് അവിടുന്ന് പോരണമെന്ന് വെച്ചാൽ എന്താ? അയാൾക്കതിനുത്തരം പറയുവാൻ ഒരു തടസ്സം. ആ ഉത്തരത്തിനു വേണ്ടി അവൾ തുടർന്ന് അഭിപ്രായപ്പെട്ടു. അല്ലേല് അങ്ങനെയൊരു നീക്കുപോക്കില്ലാതെ എത്ര നാളാ നമ്മളവിടെ കഴിയുന്നത്? എനിക്ക് എന്നും അവിടം വിട്ടു പോരണമെന്നുണ്ടായിരുന്നു. എന്നും ഭജനക്കാരായിട്ട് നമ്മളും പടനിലത്തിലിരിക്കുക. പക്ഷേല് എന്നെ ഒന്ന് വിഷമിപ്പിച്ചു. അല്ലേലും കടുപ്പക്കാരനാണെന്നാ തോന്നുന്നത്. തന്നെത്താൻ പോകുകയാ എന്നല്ലയോ സന്ധ്യയ്ക്ക് വന്ന് പറഞ്ഞത്? ഞാൻ ഒരുപാട് തീ തിന്നു. അയാൾ ഒന്നും മിണ്ടിയില്ല. അവൾ തുടർന്നു ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാത്തത്? തന്നെത്താൻ പോകാനാണോ ആദ്യം നിശ്ചയിച്ചത്? അതെ എന്നയാൾ തീർത്തു പറഞ്ഞു. എന്നിട്ട് തുടർന്നു, നിന്നെ എന്തിനാ കൂടെ കൊണ്ടുപോകുന്നത്? കഷ്ടപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ചു. എന്റെ കൂടെ പോരുന്നത് നിനക്ക് കഷ്ടപ്പാടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇറങ്ങാൻ നേരത്ത് എനിക്ക് എരിപൊരി എടുക്കുന്നുണ്ടായിരുന്നു. നിന്നെ കൂടാതെ വയ്യ. നിന്നെ വന്ന് കണ്ടു ചോദിക്കാമെന്ന് വെച്ചു. എന്റെ മനസ്സും കുറേ ദണ്ണപ്പെട്ടു. അവളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അത്. അവളെ കൂടാതെ വയ്യ എന്നയാൾ പറഞ്ഞു. അതായത് അവളെ കൂടാതെ ജീവിക്കാൻ വയ്യാത്ത ഒരു പുരുഷൻ ഈ ലോകത്തുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിന് വില കൽപ്പിക്കപ്പെടുന്നത് അങ്ങനെയല്ലേ? അന്നാണ്, ആ ചന്ദ്രികയുള്ള രാത്രിയിൽ ഒരു എള്ളിൻ പാടത്തിന്റെ കുറുകെ നടക്കുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി അവളുടെ ജീവിതത്തിന് വിലമതിക്കപ്പെടുന്നത്. ആരും അവളോടങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ എങ്ങോട്ടു പോകുന്നുവെന്നോ എന്താണ് പരിപാടിയെന്നോ അയാൾ പറഞ്ഞില്ല. അവൾ ചോദിച്ചതുമില്ല. അതൊന്നും അവളുടെ ചിന്തയിലില്ല. എന്തിന് അവൾ അതൊക്കെ ആലോചിക്കണം? അവളൊരു പുരുഷന്റെ കൂടെയാണ്. ചുമ്മാ ഒരു പുരുഷന്റെ കൂടെയല്ല, അവളെ കൂടാതെ ജീവിക്കാൻ വയ്യാത്ത ഒരു പുരുഷന്റെ കൂടെ. അവൾ അങ്ങനെ സുരക്ഷിതയാണ്. പണ്ടത്തെ ആരോരുമില്ലാത്ത ജാനകിയല്ല അത്. കുറേ ദൂരം ചെന്നപ്പോൾ അവൾ പറഞ്ഞു, എന്റെ കാല് കുഴയുന്നു. അല്പം അർത്ഥം വെച്ച് അയാൾ പറഞ്ഞു, ഈ നടപ്പില് കാല് കഴച്ചാൽ ഒക്കുകയില്ല. ഈ പോക്കില് ചിലപ്പം കാല് തളരും, കാലൊടിയും, ചിലപ്പം എന്നെയും ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. അങ്ങനാ. അവൾക്ക് അയാൾ പറഞ്ഞത് മുഴുവൻ മനസ്സിലായി. പക്ഷെ ജാനകി ആ വാചകങ്ങളുടെ ഗൗരവമേറിയ ഭാവത്തെ നിസ്സാരമാക്കിക്കൊണ്ടെന്ന പോലെ പറഞ്ഞു, എന്നാൽ അവിടുന്ന് നിന്നേ, ഞാനൊരു പൂ പോലെ പൊക്കിയെടുത്തോണ്ട് പോകുന്നത് കാണിക്കാം, ഒരിക്കലും താഴ്ത്തു വയ്ക്കാതെ. എന്നിട്ടവൾ മണി കിലുങ്ങുന്നതുപോലെ ചിരിച്ചു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ നിൽക്കുകയാണ്, ഏതാനും ചുവട്ടടി ദൂരം പിന്നിൽ. അയാൾ അവളുടെ അടുത്തേക്ക് മടങ്ങി വന്നു. ആ വെട്ടുവഴിയുടെ അരികിൽ ഒരു പഴയ ആഞ്ഞിലിമരം നിൽക്കുന്നുണ്ട്. അതിന്റെ ചുവട്ടിലാണ് അവൾ നിൽക്കുന്നത്. അയാൾ അടുത്തു വന്നപ്പോൾ അവൾ ഹൃദയഹാരിയായ ഒരു ചിരിയോടുകൂടി ചോദിച്ചു, ഞാൻ പൊക്കിയെടുത്തുകൊണ്ട് പോകട്ടോ? ജാനകി വികാരവായ്പോടെ അയാളുടെ വക്ഷസോട് ചേർന്നു. അവളുടെ കരങ്ങൾ അയാളുടെ അരക്കെട്ടിനെ വലയം ചെയ്തു.
അവൾക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. അതിലൊന്ന് അവൾ പറഞ്ഞു, എനിക്ക് എനിക്ക് ഈ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങണം. എന്നിട്ടവൾ പറഞ്ഞു, എനിക്കൊരു ഉമ്മയോ തന്നില്ല. ആ ആഞ്ഞില ചുവട്ടിൽ അയാളുടെ മടിയിൽ തല വെച്ച് അവൾ കിടന്നുറങ്ങി. സുഖമായി ഉറങ്ങി. അവളുടെ ഉറക്കത്തിന് തടസ്സം വരാതിരിക്കുവാൻ വേണ്ടി ഒരു പുരുഷൻ അനങ്ങാതെ വളരെ നേരമിരുന്നു. അവൾ കണ്ണു തുറന്നപ്പോൾ അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് അയാൾ ഇരിക്കുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും അറിയാതെ നാട് കണ്ട് കണ്ട് ജാനകി അയാളുടെ പിന്നാലെ അങ്ങ് പോവുകയാണ്. ഓണാട്ടുകരയിലെ സമതല പ്രദേശവും കപ്പയും കുരുമുളകും ചക്കയും മാങ്ങയും ഉണ്ടാകുന്ന ഇടനാടും കടന്ന് കുട്ടിവനങ്ങളും റബ്ബർ തോട്ടങ്ങളുമുള്ള മലഞ്ചെരുവുകൾ കയറി അങ്ങങ്ങ് മുകളിലേക്ക് പോവുകയാണ്. അതൊന്നും അവൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളല്ല. അവൾ വിശാലമായ ലോകത്തേക്കിറങ്ങിയിരിക്കുന്നു. അതിൻ്റേതായൊരു സ്തോഭമില്ലേ? എന്നിട്ടും എങ്ങോട്ടാണെന്ന് അയാൾ പറയുന്നുമില്ല. അവൾ ചോദിക്കുന്നുമില്ല. ഒരു വൻ മലയുടെ പള്ളയിൽ കൂടി വളഞ്ഞു പുളഞ്ഞു കയറുന്ന റോഡ് എവിടേക്കുള്ളതാണെന്നോ മറ്റോ ജിജ്ഞാസ കൊണ്ട് ഒരിക്കൽ അവൾ ചോദിച്ചതല്ലാതെ ആ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് അവൾ അന്വേഷിച്ചില്ല. റോഡ് വിട്ട് ചില കുറുക്കുവഴികളിൽ കൂടി അവർ സഞ്ചരിച്ചു. അപ്പോൾ കയറ്റം കയറുവാൻ പരിചയിച്ചിട്ടില്ലാത്ത അവൾക്ക് അയാൾ ഊന്നിപ്പിടിക്കുവാൻ ഒരു കാട്ടുകമ്പ് വെട്ടിക്കൊടുത്തു. അവൾ പലജാതി കുരങ്ങുകളെ കണ്ടു, പറവകളെ കണ്ടു. അവളെ നോക്കി പല്ലിളിച്ച കരിങ്കുരങ്ങിന്റെ നേർക്ക് അവൾ കൊഞ്ഞനം കുത്തി. കാടിന്റെ ഉള്ളിലെങ്ങോ ഇരുന്ന് ഒരു പക്ഷി ഇണയെ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ ഏറ്റുകൂവി. വിരാമമില്ലാതെ ചീവീടുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തുകൂടി കടന്നുപോയപ്പോൾ ഒരു ശബ്ദമയ പ്രപഞ്ചത്തിലുള്ള ജീവിതത്തിന്റെ അപൂർവ അനുഭൂതി അവൾക്കുണ്ടായി. അയാളൊഴിച്ച് മറ്റൊരു മനുഷ്യനെ കാണാതെ 2 ദിവസം അവൾ കഴിച്ചു. അന്ന് അവൾ അയാളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നല്ല സ്ഥലമാ, എന്താ കൊല്ലാത്തത്? അവർ ഒരു തേയിലത്തോട്ടത്തിൽ ചെന്നു ചേർന്നു. അപ്പോഴയാൾ അവളോട് പറഞ്ഞു, നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്, മനസ്സിലായോ? ആ തേയിലത്തോട്ടം പീരുമേട്ടിലാണ്. അപ്പോൾ അവിടെ തോട്ടം വലുതാക്കുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രയാസം കൂടാതെ അയാൾക്ക് അവിടെ ഒരു ജോലി കിട്ടി. പെണ്ണുങ്ങൾക്കും അവിടെ ജോലിയുണ്ട്. അവൾ പറഞ്ഞു, അവൾക്കുകൂടി ജോലി വാങ്ങിത്തരണമെന്ന്. കൂലിക്കാർക്ക് താമസിക്കുവാൻ കെട്ടിയിട്ടുള്ള കുടിലുകളിലൊന്ന് അവൾക്കും കിട്ടി. അതിലവൾക്ക് തനിച്ചിരിക്കുവാൻ വയ്യ. അവർ അവിടെ ചെന്നിട്ട് 5 ദിവസമേ ആയുള്ളൂ. ജോലി കഴിഞ്ഞൊരു ദിവസം അയാൾ വന്നു കയറിയപ്പോൾ അവൾക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ മുഖത്ത് എന്തൊരു മാറ്റമാണ്! ഒരു നിമിഷം അവൾ മലച്ചു നിന്നുപോയി. വട്ടമുഖത്തോടു കൂടിയ ഒരു മനുഷ്യൻ അവളുടെ മുന്നിൽ നിന്ന് ചിരിക്കുന്നു. അവൾ ഒരു ചിരിയോടെ പറഞ്ഞു, ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും ഒരു താടിക്കാരനായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, അപ്പം ഈ താടിയില്ലാത്തവനെ നീ സ്നേഹിക്കത്തില്ലേ? ഇപ്പോഴാ കൂടുതൽ വർക്കത്ത്, അപ്പം കൂടുതൽ ഇഷ്ടമാ. ജാനകി അവളുടെ ജീവിതേശ്വരന്റെ യഥാർത്ഥ രൂപം നോക്കി നോക്കി നിന്ന് ആനന്ദിച്ചു. ഒരാഴ്ചയ്ക്കകം അയാളുടെ കാവിമുണ്ടും മാറി. അവളും കാവിമുണ്ടുപേക്ഷിച്ചു. ജീവിതത്തിലെ ഒരധ്യായം ആ വിധം അവസാനിച്ചതായി അവൾക്ക് തോന്നി. അവൾക്ക് ജോലി കിട്ടി. ദിവസം 1 രൂപ കൂലി. ക്രമേണ ഭാവിയെക്കുറിച്ച് അവൾക്ക് പരിപാടികളുണ്ടായി. ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ആദ്യമായി സംഭരിക്കണം. വെള്ളം കുടിക്കാനൊരു പാത്രം പോലുമില്ല. അന്ന് വൈകിട്ട് അവൾ അവളുടെ പദ്ധതികൾ അയാളെ വിവരിച്ചു കേൾപ്പിച്ചു. ആ പദ്ധതികൾ ഒരത്യാഗ്രഹമല്ല. അവളുടെ നിലയ്ക്ക് ഏറ്റവും പരിമിതമായ ആശയാണ്. ഇവിടെ അങ്ങനെ ജോലി ചെയ്ത് 10 ചക്ര ഉണ്ടാക്കണം. എന്നും ഈ മലമ്പ്രദേശത്ത് കഴിഞ്ഞാൽ പോരാ. അവൾക്ക് നാട്ടിൻപുറത്തു പോയി എവിടെയെങ്കിലും ഒരു കൊച്ചുപുര വച്ച് കഴിഞ്ഞുകൂടണം. അയാൾക്ക് ഈ പദ്ധതിയെപ്പറ്റി ഒന്നും പറയാനില്ല. ജാനകിയുടെ നിലയിൽ തന്നെയുള്ളതാണെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു വീടും ഒരു രക്ഷിതാവും ഉണ്ടായതുകൊണ്ട് തന്നെ ആയില്ല. അയാൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും വയ്ക്കുക. ആണും പെണ്ണും കൂടി ഒരു കൂരയ്ക്ക് താഴെയുള്ള ജീവിതം അതൊക്കെ മാത്രമല്ല. ഒരു ശൃംഗാരഭാവത്തോടുകൂടി അവൾ കൂടെ കൂടെ അയാളോട് പറയുന്നത് കേൾക്കാം. എങ്കിലും വലിയ കടുപ്പക്കാരനാ. ഹമ്പോ, എന്തൊരു കടുപ്പമാ! ചിലപ്പോഴെല്ലാം അയാൾ ഇങ്ങനെ മറുപടി പറയും, അങ്ങനെ കടുപ്പക്കാരനായിരിക്കുന്നത് നല്ലതാ പെണ്ണേ. ആ ജീവിതത്തിൽ ഒരു അപൂർണതയുണ്ടായിരുന്നു. ഗൗരവപൂർണമായ അപൂർണത. പക്ഷേ അപൂർണത അവർ തമ്മിലുള്ള ബന്ധത്തെ ഉലച്ചില്ല. സാധാരണ രീതിക്കാണെങ്കിൽ ആ ബന്ധത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പോരുന്നതായിരുന്നു. കിഴക്കൻ മലകളിലെ മരം കോച്ചുന്ന എല്ലാ രാത്രികളിലും വിനീതമായ ഒരപേക്ഷ കേൾക്കാം. എന്നോട് ചേർന്ന് കിടക്കൂല്ലയോ? അതിനു മറുപടിയും ഉണ്ടാകാറുണ്ട്. വരട്ടെ പെണ്ണേ, വരട്ടെ. അവൾ പരിഭവിക്കുന്നതുപോലെ പറയും, ഓ, എന്നും വരട്ടെ എന്നൊരു പല്ലവി. പിന്നെന്നാണ്? വിശ്രമവേളകളിൽ ഈ കാര്യം സംസാര വിഷയമായി വന്നു.
അയാൾ തികഞ്ഞ ഗൗരവത്തോടെ ഒരു ദിവസം ഉപേക്ഷിച്ചു. നിനക്കൊരു കുഞ്ഞു വേണ്ട. പക്ഷേ ജാനകിയുടെ ആഗ്രഹം അതല്ല. അവൾക്കൊരു കുഞ്ഞു വേണം. ഒരു കാലത്ത് അവളത് പേടിച്ചിരുന്നു. ഇന്ന് അവൾ ഒരുവനെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു. ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹത്തിന്റെ ചിഹ്നം ഒരു കുഞ്ഞാണ്. സ്നേഹത്തിന്റെ പ്രകാശത്തിൽ അവളുടെ ചിന്താമണ്ഡലത്തിൽ കെട്ടിനിന്നിരുന്ന ആശങ്കകൾ മാഞ്ഞുപോയി. ഒരു വീട് എങ്ങനെ സംവിധാനം ചെയ്യണമെന്നുള്ള അവളുടെ പരിപാടിയിൽ ഒരു കുഞ്ഞും ഉൾപ്പെട്ടിരുന്നു. ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നാൾക്കുനാൾ വ്യക്തമായി വരികയാണ്. ഒരു കൂരയ്ക്കു താഴെ അവർ വളരെ നാളുകളായി കഴിയുകയാണ്. അവൾ പറയും പോലെ അയാൾ ഒരു കടുപ്പക്കാരൻ തന്നെയാണ്. ആ സ്നേഹബന്ധം ഇന്നോളം പൂർണ്ണതയിൽ എത്തിച്ചേർന്നിട്ടില്ല. മറ്റൊരു ദിവസം അയാൾ അവളോട് ചോദിച്ചു, ഒരു കുഞ്ഞ് നീ മാത്രം ചുമക്കേണ്ട ഒരു ഭാരമായി വന്നാലോ? പെട്ടെന്ന് അവൾക്ക് അതിനുത്തരം പറയാൻ കഴിഞ്ഞു. ഞാൻ ചുമക്കും. എന്നിട്ടവൾ പറഞ്ഞു, കാലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ വയസ്സാം കാലത്താണ് അതിനെ വളർത്തേണ്ടി വരിക. ഒരു സ്ത്രീയുടെ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള ആവേശം ഒരുപക്ഷെ അയാളെപ്പോലെ ഒരുവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കാം. അയാൾ ഒരു അസാധാരണ പ്രകൃതക്കാരനല്ലേ? അവളെക്കൂടാതെ വയ്യ എന്ന് പറഞ്ഞ അയാളുടെ സ്നേഹം ഒരു പ്രത്യേക സ്വഭാവമുള്ളതായിരുന്നു. അത് സംഭവിച്ചു. അയാൾ കീഴ്പ്പെട്ടു. സ്ത്രീ ജയിച്ചു. ആ തേയിലത്തോട്ടത്തിന്റെയും അരികിൽ കൂടി ഒരു കാട്ടാർ ഒഴുകുന്നുണ്ട്. ആ കാട്ടാറിന്റെ തീരത്ത് വെച്ച് അത് നടന്നു. പരാജിതനായ ആ പുരുഷൻ ആ സംഭവാനന്തരമുള്ള വെറുപ്പോടുകൂടി ഇങ്ങനെ അമറി, ഓഹ്, ഇത് ഫലിക്കാതിരുന്നുവെങ്കിൽ. ജയിച്ച അവൾ വിജയത്തിന്റെ ഉന്മാദത്തോടുകൂടി മറുപടി പറഞ്ഞു, അത് ജയിച്ചു, അത് ജയിക്കണം. ആ പുരുഷൻ ആൾ തന്നെ മാറിപ്പോയി. അയാളെ അങ്ങനെയൊരു ഭാവത്തിൽ അവൾ കണ്ടിട്ടില്ല. അയാൾ ചോദിച്ചു, നീ എന്നെ അറിഞ്ഞിട്ടുണ്ടോ? അവൾ പറഞ്ഞു, എന്റെ ദൈവം, എന്റെ രക്ഷിതാവും എന്റെ സർവസ്വവും. അയാൾ അയാളെ സംബന്ധിക്കുന്ന ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. നിന്റെ ദൈവം ഒരു കൊലപാതകിയാണ്. നിന്റെ രക്ഷിതാവിനെ പോലീസുകാർ വേട്ടയാടുകയാണ്. നിന്റെ സർവസ്വം അയാൾ കല്യാണം കഴിച്ച ഭാര്യയെ കൊന്നവനാണ്. അവൾ ശിലാപ്രതിമ പോലെ നിന്നു. അധ്യായം 4. അയാളെ പോലീസുകാർക്ക് പിടികിട്ടി. ആ തോട്ടത്തിൽ വച്ചല്ല, ദേവികുളത്ത് ഒരു ഏലക്കാട്ടിൽ വെച്ച്. അയാളെ പിടിച്ചുകൊണ്ടുപോകുന്നത് അവൾ കണ്ടില്ല. എന്നെന്നും അവൾ പേടിച്ചുകൊണ്ടിരുന്ന ആ കാര്യം നടന്നതായി കേട്ടറിഞ്ഞു. തന്റെ രഹസ്യം വെളിപ്പെടുത്തിയ നാൾ മുതൽ അയാൾ അവളോട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അവൾ ഒരു കുഞ്ഞിനെ വളർത്താൻ ശ്രമിക്കണം. പലപ്പോഴും അത് സാധ്യമല്ലെന്ന് തോന്നിയെന്ന് വരാം. കഴുകുമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ജയിലിൽ നിന്ന് അയാൾ ഇറങ്ങും. അന്ന് ഓച്ചിറ പടനിലത്തിൽ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് കാത്തു നിൽക്കണം. അയാൾ അവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് വേണ്ടാത്തതായിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ അയാൾക്ക് ചോദിക്കാമായിരുന്നു. അയാൾ അയാളുടെ രഹസ്യം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? അന്ന് ഓച്ചിറ പടനിലത്തിൽ വെച്ച് തന്നെ അവളോടെല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. എങ്കിലൊരുപക്ഷെ ആ സ്നേഹം വല്ലാതെ മുരടിച്ചു പോകുമായിരുന്നു. പക്ഷേ ഇതൊന്നും അവൾക്ക് ബോധ്യമാവുകയില്ല. പിന്നീടും ജാനകി വഴിയാധാരമായി. മുൻപിലത്തേതിൽ നിന്നും കഷ്ടമായ നിലയിൽ. പണ്ടവൾ ഒരു തടിയാണ്. ഇന്ന് അവൾ ഗർഭിണിയാണ്. പ്രസവിക്കണം. ഒരു കുഞ്ഞിനെ വളർത്താൻ ബാധ്യസ്ഥമാണ്. ദേവികുളത്തെ ഏലക്കാട്ടിൽ എങ്ങനെ കഴിഞ്ഞുകൂടും? മനുഷ്യരുള്ള നാട്ടിലേക്ക് മടങ്ങിവരാൻ അവൾ തീർച്ചപ്പെടുത്തി. കോട്ടയത്തെത്തുമ്പോൾ അവളുടെ പക്കൽ സ്വൽപ്പം കാശുണ്ട്, ഒരു 10-20 രൂപ. പ്രസവകാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് സൂക്ഷിക്കണമെന്ന് നിശ്ചയിച്ചു. അക്കാലം വരെ എങ്ങനെ കഴിയുമെന്നുള്ളത് മറ്റൊരു വലിയ പ്രശ്നമായി. നഗരത്തിലും അതിന്റെ പരിസരത്തിലും പെണ്ണുങ്ങൾ റോഡ് ജോലിയും മറ്റും ചെയ്യുന്നുണ്ട്. അവൾക്കതുകൊണ്ട് ആ ജോലി ചെയ്യുന്നതിന് മടിയില്ല. പക്ഷേ അതിനുള്ള ആവത് അവൾക്കില്ല. ഒരൊറ്റ വഴി തുറന്നു കിടപ്പുണ്ട്: പിച്ച തെണ്ടുക. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെയും അന്തി കയറി കിടക്കുവാൻ സ്ഥലമില്ല. തെണ്ടലിലും അവൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. മുഴുത്ത വയറുമായി പടികയറി ചെല്ലുന്ന പിച്ചക്കാരിയെക്കുറിച്ച് ആർക്കും സഹതാപം കാണുകയില്ല. അവൾ തെരുവ് നീളെ വ്യഭിചരിച്ചു നടന്നവളാണെന്നേ ആരും ധരിക്കുകയുള്ളൂ. ആ സ്നേഹബന്ധത്തിന്റെ കഥ വിവരിച്ചു കേൾപ്പിച്ചാൽ തന്നെയും ആരെങ്കിലും വിശ്വസിക്കുമോ? ഹമ്പടി കള്ളി, അവളൊരു കഥയും കെട്ടിച്ചമച്ച് പറയുന്നു എന്നായിരിക്കും ആ കഥ കേൾക്കുന്നവർ പറയുക. പകലൊക്കെ വീടുകളിൽ തെണ്ടി നടന്ന് വല്ലതുമൊക്കെ കിട്ടി എന്നിരിക്കും. എന്നാലും കയ്യിലിരിപ്പിൽ നിന്നും അല്പസ്വല്പം ചെലവ് ചെയ്യേണ്ടതായി വന്നു. പ്രസവകാലത്തേക്ക് ആ സംഖ്യ എന്നല്ല, എന്തെങ്കിലും തന്നെ മിച്ചം വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു. രാത്രി കഴിച്ചു കൂട്ടുവാൻ അവൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിൽ സ്ത്രീകൾക്കായുള്ള ഭാഗത്ത്. അങ്ങനെ അവിടെ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ
എന്നും അവൾ അവളുടെ ജീവിതം മുഴുവൻ തന്നെ ഓർക്കും. പകർപ്പെഴുത്തു ഗുമസ്തൻ പരമുപിള്ള, അവളുടെ അച്ഛൻ, എന്നും എന്തെങ്കിലും കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അന്ന് ആ വീട് പട്ടിണി അറിഞ്ഞിരുന്നില്ല. ആ കാലം അങ്ങനെ അങ്ങ് പോയി. അവളുടെ അമ്മ സത്യത്തിൽ ഭാഗ്യവതിയായിരുന്നു. അച്ഛൻ അമ്മയെയും അമ്മ അച്ഛനെയും സ്നേഹിച്ചിരുന്നു. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വീട്ടിലാണ് അവൾ ജനിച്ചതും വളർന്നതും. വക്കീൽ ഗുമസ്തൻ പരമുപിള്ള ഒരു പാവം നല്ല മനുഷ്യനായിരുന്നു. അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടുള്ളതായി തോന്നുന്നില്ല. പാപം ചെയ്തിട്ടില്ലാത്ത അച്ഛനമ്മമാർക്ക് ജനിച്ച സന്താനങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം വന്നതെന്തുകൊണ്ടെന്ന് അവൾ ഓർത്തു. ഭാരതി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. അവളും വല്ല ബസ് സ്റ്റാൻഡിലോ കടത്തിണ്ണയിലോ കഴിഞ്ഞുകൂടുകയായിരിക്കാം. ഭവാനി ജീവിച്ചിരിക്കുന്നുവെന്ന് ജാനകിക്ക് വിശ്വാസവുമില്ല. കൂട്ടത്തിൽ ഭാഗ്യവതി ഗൗരിയായിരുന്നു. ഈ കഷ്ടതകളൊന്നും അറിയാതെ അവളങ്ങും മരിച്ചു. പത്മിനി ആ പരമദുഷ്ടന്റെ അടിയും ഇടിയും കൊണ്ട് ഇപ്പോൾ ചത്തു കാണുമായിരിക്കും. നിർദ്ദയനായ ദൈവം, ഈ കളിയൊന്നും മതിയാക്കരുതോ? എന്തിന് ഓച്ചിറ പടനിലത്തോളം അവളെ തള്ളിക്കൊണ്ടുപോയി? അവിടെ മുതൽ രക്ഷപ്പെട്ടുവെന്ന് അവൾ വിശ്വസിച്ചതാണ്. പിന്നീടും ദുരന്തത്തിന്റെ അഗാധതയിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു. ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ എന്ത് എന്നവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവളുടെ ദൈവം ചില കാര്യങ്ങൾ അവളെ ഭാരമേൽപ്പിച്ചിരിക്കുന്നു. രക്ഷപ്പെടുകയാണെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വരും കാലത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് ഓച്ചിറ പടനിലത്തിൽ ചെന്ന് കാത്തു നിൽക്കേണ്ടതായുണ്ട്. അതൊരു കടമയാണ്. ആ കടമ അവൾ നിറവേറ്റണം. അപ്പോൾ അയാൾ കഴുകുമരം കയറുമോ ഇല്ലയോ എന്നറിഞ്ഞേ മതിയാവുള്ളൂ. എന്നേക്ക് ഓച്ചിറ പടനിലത്തിൽ ചെന്ന് നിൽക്കാനാകുമെന്നും അറിയേണ്ടതുണ്ട്. പകലെല്ലാം അലഞ്ഞു നടന്ന് ക്ഷീണിച്ചാണ് ബസ് സ്റ്റാൻഡിലെത്തുന്നതെങ്കിലും അവൾക്ക് ഉറക്കം വരാറില്ല. ചിലപ്പോൾ രാത്രിയുടെ പല സമയത്തായി അവളെപ്പോലെ ചില തെണ്ടി പെണ്ണുങ്ങൾ അവിടെ വന്നു കിടക്കും. അവർക്കാർക്കും ഒന്നും ചിന്തിക്കാനുമില്ല. ശരീരം നിലത്തോട് ചേരുന്നതിനു മുൻപ് അവർ ഉറക്കമാകും. ഒരു തരത്തിൽ അവർ അവളേക്കാൾ ഭാഗ്യവതികളാണ്. ഒരു നാൾ ക്ഷീണക്കൂടുതൽ കൊണ്ടായിരിക്കാം അവൾ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. ആ മുറിയിൽ ആരൊക്കെ എപ്പോഴൊക്കെ വന്നു എന്നവൾ അറിഞ്ഞില്ല. 10-13 വയസ്സ് പ്രായം വരുന്ന ഒരു ക്രിസ്ത്യാനി പെണ്ണ് അവളെ ഉറ്റുനോക്കിക്കൊണ്ട് അടുത്തിരിക്കുന്നത് കാണാനായി. അവൾ കറുകറാ നോക്കുന്നു. ജാനകി എഴുന്നേറ്റിരുന്നു. അപ്പോഴും ആ പെണ്ണ് കണ്ണു തിരിക്കുന്നില്ല. ജാനകി ചോദിച്ചു, എന്താ കൊച്ചെ ഇങ്ങനെ നോക്കുന്നത്? ആ പെണ്ണ് ഉത്തരം പറയാൻ തുടങ്ങിയില്ല. അതിനു മുൻപ് എവിടെ വെച്ചോ അവളെ കണ്ടിട്ടുണ്ടെന്ന് ഒരു തോന്നൽ ജാനകിക്കുണ്ടായി. ആ കൊച്ചു പറഞ്ഞു, ഞാൻ അമ്മച്ചിയെ നോക്കുവായിരുന്നു. അതെന്തിനാന്നാ ചോദിച്ചത്? മുണ്ടിൻ തുമ്പിൽ കെട്ടിയിട്ടുള്ള പൊതിയിൽ ആ പെണ്ണ് കണ്ണു വയ്ക്കുന്നുണ്ടായിരുന്നോ എന്ന് ജാനകി പേടിച്ചു. ആ പൊതി അവിടെ തന്നെ ഉണ്ടോ എന്നവൾ പരിശോധിച്ചു. അത് പോയിട്ടില്ല. ജാനകി ചോദിച്ചു, മോട്ടിക്കാൻ തരമുണ്ടോ എന്ന് നീ നോക്കുവായിരുന്നോ? ആ പെണ്ണ് വല്ലായ്മപ്പെട്ടു. അവൾ അവളുടെ സത്യം പറയാൻ തുടങ്ങി. അമ്മച്ചി കിടക്കുന്ന കണ്ടപ്പം എന്റെ ചത്തുപോയ അമ്മച്ചിയെപ്പോലെ തോന്നി, അതുകൊണ്ട് നോക്കിയതാ. ജാനകിക്ക് ആ പെണ്ണിന്റെ പേരിൽ അനുകമ്പ തോന്നി. പാവപ്പെട്ട പെങ്കൊച്ച്, അതിന്റെ തള്ള ചത്തുപോയി. അതിനാരുമില്ലായിരിക്കാം. അതും തെണ്ടിക്കഴിയുകയാണ്. ആ പെണ്ണിന്റെ സ്വരത്തിലും അവൾ പറഞ്ഞ വിധത്തിലുമെല്ലാം ഒരു ദയനീയതയുണ്ടായിരുന്നു. ജാനകി ചോദിച്ചു, നിന്റെ അമ്മച്ചി ചത്തുപോയോ? ചത്തുപോയി. അവളുടെ കണ്ണുകൾ നിറയുന്നതും ജാനകി കണ്ടു. നിന്റെ അപ്പനില്ലേ? ഇല്ല, അപ്പൻ നേരത്തെ ചത്തു. അപ്പോൾ അവൾ കേവലം നിരാശ്രയാണ്. അവളുടെ മുൻപിലുള്ള നീണ്ട നീണ്ട കൊല്ലങ്ങളിൽ എന്തെല്ലാം ഇനി അവൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നോ എന്തോ. എന്തിനായി ഇങ്ങനെയുള്ളതിനെയെല്ലാം ലോകത്തിലേക്ക് തള്ളിവിടുന്നു? അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡിൽ എന്നും വന്ന് കിടന്നുറങ്ങുന്ന പലതിനെപ്പോലെ ഒന്നായി അവളും തീർന്നേക്കുമായിരിക്കും. ഇല്ല, അതിനിടയില്ല. അങ്ങനെ ഒരുവളെയല്ല ഭാവത്തിലും ശബ്ദത്തിലും കൂടി കാണുന്നത്. അവൾ പാവപ്പെട്ടവളാണ്. ആ പെണ്ണ് തന്നെത്താൻ മറന്ന് വിളിച്ചു പറയുന്നു, അയ്യോ, എന്റെ അമ്മച്ചി കുഴിയിൽ എഴുന്നേറ്റ് വന്നതുപോലെ ഇരിക്കുന്നു. അവളുടെ മുഖം പ്രകാശിച്ചു. അവൾ ചോദിച്ചു, അമ്മച്ചി എവിടുള്ളതാ? ജാനകിക്ക് ഉത്തരം മുട്ടി. എന്നാലും അവൾ അവളുടെ സത്യം പറഞ്ഞു. എന്റെ കുഞ്ഞേ, എനിക്ക് നാടും വീടും ഒന്നുമില്ല. ആ പെണ്ണും അവളുടെ സത്യം പറഞ്ഞു. ഞങ്ങൾക്കും നാടും വീടും ഇല്ലായിരുന്നു. അമ്മച്ചി ഈ കോട്ടയത്ത് ഒരു കടത്തിണ്ണേ കിടന്നാ ചത്തത്. അവൾ അവളുടെ അമ്മച്ചിയെ കുഴിച്ചിട്ട കഥ വിവരിച്ചു. ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന ധർമ്മക്കുഴിയിലാണ് അവളുടെ അമ്മ വിശ്രമിക്കുന്നത്. പക്ഷെ ആ മകൾ തെണ്ടിയും ഇരന്നും ഒരു മരക്കുരിശുണ്ടാക്കി അവളുടെ അമ്മയുടെ തലയ്ക്കൽ കൊണ്ടുചെന്ന് വച്ചിട്ടുണ്ട്. എന്നും അവൾ അവിടെ പോകും. അമ്മച്ചിക്ക് വേണ്ടി അവൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിർത്താതെ ആ പെണ്ണ് അവളുടെ അമ്മയെക്കുറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ
അവളുടെ അമ്മയെപ്പോലെ തന്നെയുള്ള ഒരുവളെ കണ്ടുമുട്ടിയതുകൊണ്ടുണ്ടായ ഉദ്വേഗം കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ജാനകിയും അവളുടെ അമ്മയും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടുണ്ടായ അടുപ്പം മൂലം അവൾക്ക് പറയുവാനുള്ളതെല്ലാം പറയുന്നതാവാം. എന്തോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഭാവവും മട്ടുമെല്ലാം അവളെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട് എന്ന ജാനകിയുടെ തോന്നലിനെ ദൃഢപ്പെടുത്തി. ആ വാചാലതയോടെ ആ പെണ്ണ് അവളും അവളുടെ അമ്മയും എങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അമ്മച്ചി വല്ലതുമൊക്കെ ജോലി ചെയ്യും, അവൾ പിച്ച തെണ്ടും, അങ്ങനെയാണ് കഴിഞ്ഞത്. എന്നിട്ടവൾ ജാനകിയോട് ചോദിച്ചു, അമ്മച്ചി നായരാണോ? ജാനകി അതെ എന്ന് പറഞ്ഞു. ആ പെണ്ണ് തുടർന്നു, എന്റെ അമ്മച്ചി നായരായിരുന്നു. അപ്പച്ചന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാ. അമ്മച്ചിയുടെ വീട് അങ്ങ് വൈക്കത്തായിരുന്നു. ഞാൻ അവിടെ എങ്ങും പോയിട്ടില്ല. അമ്മച്ചിക്ക് ഒരു ചേട്ടത്തിയും 3 അനിയത്തിമാരും ഉണ്ടായിരുന്നു. ആരെയും കെട്ടിച്ചിട്ടില്ലായിരുന്നു. ആ പെണ്ണ് അങ്ങനെ നിർത്താതെ ജാനകി എങ്ങനെ അത് കേൾക്കുന്നുവെന്നോ ആ പറച്ചിൽ അവളിൽ എന്തു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്നോ ഗവനിക്കാതെ അങ്ങനെ പറയുകയാണ്. ജാനകി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മോളെ എന്ന് വിളിച്ച് ആ പെണ്ണിനെ ആശ്ലേഷിച്ചു. അവളുടെ ഉച്ചിയിൽ ജാനകിയുടെ കണ്ണുനീർ ധാരമുറിയാതെ വീണു. ആ പെണ്ണും പെട്ടെന്ന് നിശബ്ദയായി. ജാനകി ആ പെണ്ണിന്റെ മുഖം പൊക്കി. അവിടെ അത്ഭുതത്തോടെ, ആനന്ദത്തോടെ, വാത്സല്യത്തോടെ സൂക്ഷിച്ചു നോക്കി. അയ്യോ, ഇതെന്റെ ഭാരതിയുടെ ഛായയുണ്ട്. ജാനകി ആ മുഖത്ത് 100 ഉമ്മ വച്ചു. ആ പെണ്ണ് പറഞ്ഞു, അതായിരുന്നു അമ്മച്ചി. എന്റെ അമ്മച്ചിയുടെ നായരായിരുന്നപ്പോഴത്തെ പേര്. എല്ലാം എന്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പം പഴമ പറയുമ്പോ അമ്മ ആ കഥ പറയും. ജാനകിയുടെ എല്ലാ സംശയങ്ങളും തീർന്നു. പക്ഷേ ആ പെണ്ണിന് എല്ലാം ഒന്നും മനസ്സിലായില്ല. ജാനകിയുടെ ആലിംഗനത്തിൽ പെട്ടുനിന്നപ്പോൾ അത് അവൾക്ക് നിർവൃതകരമായ ഒരനുഭവമായിരുന്നു. ഇനിയൊരിക്കലും കിട്ടാതായി തീർന്ന എന്തോ ഒന്ന് കിട്ടിയതുപോലെ തോന്നി. ഇനിയും മകളെ എന്ന് വിളിച്ച് ആരെങ്കിലും ഉമ്മ വയ്ക്കും എന്ന് ആ പെണ്ണ് കരുതിയിരിക്കില്ല. അവിചാരിതമായ ആ സുഖം അനുഭവിക്കാൻ അവൾക്ക് സംഗതിയായി. അവൾ ചോദിച്ചു, അമ്മച്ചി ആരാ? സ്ഖലദ്വാക്കിയായി ജാനകി പറഞ്ഞു, എന്റെ മകളുടെ പേരമ്മ. ആ പെണ്ണ് ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ ജാനകിയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞ് ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയില്ലേ, അതുപോലെ. ജാനകി അവളെ വാരിയെടുക്കുമായിരുന്നു. പക്ഷെ അവൾക്ക് ഇപ്പോൾ അത് വയ്യ. ആ പെണ്ണ് അവളുടെ ഇന്നത്തെ നിലയ്ക്ക് സ്വൽപ്പം വലുതായിപ്പോയി. അവൾ ഒരു കൊച്ചു കുഞ്ഞായി തീർന്നുവെങ്കിലും. അവൾ ചോദിച്ചു, വല്യമ്മച്ചിയുടെ പേര് ജാനകി എന്നല്ലയോ? ആ പെണ്ണിന് എല്ലാം അറിയാം. ഭാരതി എല്ലാം തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നു. തീർച്ചയായും ഭാരതി ആരെയും മറന്നിരിക്കുകയില്ല. എന്നല്ല, അവൾ എപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കണം. വലിയ ഭാഗ്യം കൈവന്നതുപോലെ പ്രകാശിച്ച മുഖത്തോടും കനമില്ലാത്ത കരളോടും കൂടി അവൾ പറഞ്ഞു. വല്യമ്മച്ചിയെക്കുറിച്ച് എപ്പോഴും അമ്മച്ചി പറയുമായിരുന്നു. വലിയ ഇഷ്ടമുള്ള വല്യമ്മച്ചിയായിരുന്നു എന്ന് പറയും. ചിലപ്പം വല്യമ്മച്ചിയുടെ കാര്യം പറയുമ്പം കരയും. അമ്മച്ചി വല്യമ്മച്ചിയെ ഒരുപാട് വേദനിപ്പിച്ചു എന്നും പറഞ്ഞ്. ആ പെണ്ണ് മറ്റൊരു വാർത്ത പറഞ്ഞു. ഭാരതി ഒരിക്കൽ വൈക്കത്തിനു പോയി. പക്ഷേ അവരുടെ വീട് നിന്നിടത്ത് ഒരു വലിയ കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ മുമ്പ് താമസിച്ചിരുന്നവർ നാടുവിട്ടുപോയി. അവരൊക്കെ എവിടാന്ന് ആർക്കും ഒരു രൂപവുമില്ല. ആ സ്ഥലം വിലയ്ക്ക് വാങ്ങിയവരാണ് പുതിയതായി കെട്ടിടം വയ്ക്കുന്നത്. ആ പെണ്ണ് കഥ ഇങ്ങനെ പറഞ്ഞവസാനിപ്പിച്ചു. അമ്മ ചാകുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാ പോയത്. വലഞ്ഞുപോയി എന്നെ ഇവിടെ നിർത്തിയിട്ട്. 4-5 ദിവസം കഴിഞ്ഞ് അമ്മ വന്നു. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാം നശിച്ച് കെട്ടുപോയെന്ന്. അത് മറ്റൊരു കരൽ പിളർക്കുന്ന കഥയായിരുന്നു. അപ്പോൾ പത്മിനിയും പെരുവഴിയിലിറങ്ങിയോ? ആ പെണ്ണ് അവളുടെ അമ്മയുടെ അവസാന കാലത്തെ ഉദ്ദേശങ്ങൾ വിവരിച്ചു. അമ്മച്ചിക്ക് ചത്തുപോകുമെന്നറിയാമായിരുന്നു. അതിനു മുൻപ് എന്നെ കൊണ്ടുചെന്ന് വല്യമ്മച്ചിയുടെ അടുത്താക്കണമെന്ന് വെച്ച് പോയതാ. ജാനകി വാത്സല്യത്തോട് ചോദിച്ചു, വർക്കിക്ക് വീടും വീട്ടുകാരും ഇല്ലയോ മക്കളെ? അത്ഭുതം കൊണ്ട് ആ പെണ്ണിന്റെ കണ്ണുകൾ പ്രകാശിച്ചു. അവൾ ചോദിച്ചു, അപ്പൊ വല്യമ്മച്ചിക്ക് അപ്പനെ അറിയാമല്ലോ? അറിയാമെന്ന് ഒരു മന്ദഹാസത്തോടെ ജാനകി പറഞ്ഞു. എന്നിട്ടവൾ തുടർന്നു, എനിക്കൊരു തെറ്റുപറ്റി മകളെ, വലിയ തെറ്റായിപ്പോയി. അതെന്താ വല്യമ്മച്ചി? ആ തെറ്റ് എന്തെന്ന് വിവരിച്ചു കൊടുത്താൽ ആ പെണ്ണിന് മനസ്സിലാവുകയില്ല. സംവത്സരങ്ങൾക്ക് മുൻപ് ഭാരതിയുടെ ഹൃദയം വർക്കിയിൽ ചെന്ന് ലയിച്ചപ്പോൾ ആ പ്രേമബന്ധത്തെ ജാനകി എതിർത്തല്ലോ. അങ്ങനെ എതിർത്തത് തെറ്റായിപ്പോയി എന്നിപ്പോൾ ഈ നിമിഷങ്ങളിലാണ് ജാനകിക്ക് മനസ്സിലാകുന്നത്. അന്നത് ജാതിയുടെ പേരിലുള്ള ദുരഭിമാനത്തിലെതിർത്തു. ഭാരതി ഒളിച്ചോടിപ്പോയി. അന്ന് ആ പ്രേമബന്ധത്തെ അനുഗ്രഹിച്ചിരുന്നുവെങ്കിലോ വർക്കി ഭാരതിയുടെ ഭർത്താവായി അവിടെ തന്നെ കഴിയുമായിരുന്നു. ആ വീട്ടിൽ ഒരു ആൺകൂട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആ വീട്ടിൽപ്പെട്ടവരുടെ ജീവിതഗതി ഈ വിധമൊന്നും വരിയില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ
ഭവാനിയെ അന്വേഷിച്ചു പോകാൻ ആളുണ്ടാകുമായിരുന്നു. കൊച്ചുമാതുപിള്ളയെക്കൊണ്ട് പത്മിനിയെ കല്യാണം കഴിപ്പിക്കുന്നത് ശരിയാണോ എന്ന അഭിപ്രായം ചോദിക്കാൻ ഒരു പുരുഷനൊപ്പമുണ്ടാകുമായിരുന്നു. എല്ലാവർക്കും വർക്കി ഒരാശ്രയമാകുമായിരുന്നു. ആ വീട്ടിൽ ബന്ധുക്കാരനായി മനസ്സോടെ കയറി വന്ന ഒരു പുരുഷനാണയാൾ. ജീവിതത്തിൽ തനിക്ക് ആദ്യം പറ്റിയ തെറ്റ് അങ്ങനെ ജാനകിക്ക് കോട്ടയം ബസ് സ്റ്റാൻഡിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് റൂമിൽ വെച്ച് ബോധ്യമായി. അത് ഭയങ്കരമായൊരു തെറ്റായിപ്പോയി. ഭാരതി ഒരു പുരുഷനെ സ്നേഹിച്ചു. അതിനവൾക്ക് അവകാശമില്ലേ? എങ്ങനെ ഒരുവൾ മനസ്സറിയാതെ സ്നേഹിച്ചു പോകുമെന്ന് അറിഞ്ഞവളാണ് ജാനകി. ആ സ്നേഹം അംഗീകരിച്ചാൽ മതിയായിരുന്നു. അവൾ അയൽപ്പക്കക്കാരെ ശപിച്ചു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവർ എന്തെല്ലാമോ ഒക്കെ വന്ന് പറഞ്ഞ് അവളെ തീ പിടിപ്പിച്ചു. ആ ജാതിയും മതവും ഒന്നും അവരെ ആരെയും രക്ഷിക്കാനെത്തിയിട്ടില്ല. തീർച്ചയായും ഭാരതിയോടും വർക്കിയോടും കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമായാചനം ചെയ്യേണ്ടതായുണ്ട്. തന്റെ അന്നത്തെ ബുദ്ധിക്ക് തോന്നി. അവൾ ഭാരതിയോട് മാത്രമല്ല, എല്ലാവരോടും അപരാധം ചെയ്തു. എല്ലാവരുടെയും ജീവിതത്തെ തകർത്തു. ത്രേസ്യായേൽ, അതാണ് ആ പെണ്ണിന്റെ പേര്. വർക്കിയുടെ കഥ വിവരിക്കപ്പെട്ട് കേട്ടപ്പോഴാണ് ജാനകിക്ക് പറ്റിയ തെറ്റ് ഇത്രമേൽ വലുതാണെന്ന് മനസ്സിലായത്. വർക്കി നല്ലവനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു. അയാളുടെ മാതാപിതാക്കൾ ആ വിവാഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഭാരതിയെ ജ്ഞാനസ്നാനം ചെയ്യിച്ചിട്ട് മതാചാരപ്രകാരം വിവാഹം ചെയ്തുവെങ്കിലും അവൾ സ്ത്രീധനം കൂടാതെ ചെന്ന മരുമകളല്ലേ. വർക്കി വേല ചെയ്ത് കുടുംബം സംരക്ഷിച്ചു. പെട്ടെന്നാണ് വർക്കി മരിച്ചത്. വർക്കിയുടെ മരണശേഷം ഭാരതിയും കുഞ്ഞും അയാളുടെ വീട്ടിൽ ചെന്നു. അപ്പോഴേക്കും അയാളുടെ മാതാപിതാക്കൾ മരിച്ചുപോയിരുന്നു. അനുജന്മാർ അവരെ അകത്തു കയറ്റിയില്ല. അങ്ങനെ അവർ തെരുവാധാരമായി. തീർച്ചയായും വർക്കി നല്ലവനായിരുന്നു. ആ പെണ്ണ് ഇങ്ങനെയാണ് ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പന്റെ മരണദിവസം എല്ലാ കൊല്ലവും അമ്മച്ചി കുർബാന കഴിപ്പിക്കും. എന്നോട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ചത്തുപോയാലും ഞാനത് നടത്തണമെന്ന്. കണ്ണിൽ നനവോടെ അവൾ പറഞ്ഞവസാനിപ്പിച്ചു. വല്യമ്മച്ചി, അപ്പച്ചൻ പാവമായിരുന്നു, നല്ല ഒരാളായിരുന്നു. അവൾ കാൽ സ്വൽപ്പം ഒതുക്കിയൊന്ന് മടക്കി നെറ്റിയിലും നെഞ്ചത്തും ഭുജത്തിലും കുരിശു വരച്ചു. അവളുടെ പിതാവിന് സ്വസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മതവും ജാതിയും വിട്ട് എന്നേക്കുമായി ഇറങ്ങിപ്പോയതുകൊണ്ട് ഭാരതി മടങ്ങിവരാത്തതായിരിക്കുമെന്ന് ജാനകിക്ക് ആദ്യം തോന്നി. അന്നവൾ പിരിഞ്ഞത് ആ സാഹചര്യത്തിലാണ്. ജാനകി വ്യക്തമായി ഓർക്കുന്നു. മടങ്ങിച്ചെന്നാൽ തന്നെയും ആരും സ്വീകരിക്കുകയില്ലെന്ന് അവൾ ധരിച്ചു കാണും. അല്ലെങ്കിൽ ഇനി മടങ്ങിച്ചെല്ലുകയേയില്ല എന്ന ഉറച്ച നിശ്ചയത്തിലായിരിക്കും അവൾ ഇറങ്ങിയത്. ആ നിശ്ചയത്തിൽ തന്നെ ഉറച്ചു നിന്നിരിക്കാം. എങ്കിൽ മരിക്കും മുമ്പ് വീട് തേടി എന്തിനാണവൾ പോയത്? അവൾക്കൊരു മകളുണ്ട്. ആ മകളെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് മരിക്കാൻ വേണ്ടിയായിരിക്കും. ഭാരതിയുടെ ആത്മാവിനെ പിടിച്ചു പറിച്ചുകൊണ്ട് വിധി പോവുകയായിരുന്നിരിക്കാം. മരണവും അവളും തമ്മിൽ ഒരു വലിയ മത്സരം തന്നെ നടന്നു കാണണം. കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ അവൾക്ക് വയ്യായിരുന്നുവിരിക്കാം. താൻ എന്തിനായി കോട്ടയത്തെത്തി എന്ന് ജാനകി ഓർത്തു. മറ്റൊരിടത്തും പോകാതെ ഇവിടെ വന്നു ചേർന്നു. ഒരുപക്ഷെ ഭാരതിയുടെ ആത്മാവ് അവളെ ദേവികുളത്തെ മലമുകളിൽ നിന്നും ചെറുകാറ്റായി വന്ന് തട്ടിത്തലോടി ഇവിടെ കൊണ്ടുവന്നതാകാം. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്ന തന്റെ മുൻപിൽ അവളുടെ ഓമന മകളെയും കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ കണ്ണ് പൊളിച്ചു തുറന്ന് അവളുടെ പേരമ്മയെ കാണിച്ചു കൊടുത്തു. ഇനി മറ്റുള്ളവരെയും ഇങ്ങനെ കാണുമായിരിക്കാം. ഭവാനിയെയും പത്മിനിയെയും, ഇല്ലെങ്കിൽ അവരുടെ മക്കളെ. അതുമല്ലെങ്കിൽ തന്റെ വയറ്റിൽ കിടക്കുന്ന ശിശു അവരിലൊരാളെയെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടി എന്ന് വരാം. ഏതായാലും ഈ ലോകത്തിൽ താൻ തനിച്ചല്ല എന്നൊരാശ്വാസം ജാനകിക്കുണ്ടായി. അവൾക്കൊരു മകളുണ്ട്, സ്നേഹമുള്ള ഒരു മകൾ. ഇനി ഒരിക്കലും അവൾ തനിച്ചായിരിക്കുകയുമില്ല. ആ പെണ്ണ് ഉത്സാഹം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവൾക്ക് 3-4 കൂട്ടുകാരികളുണ്ട്. അവരോടെല്ലാം ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു, എന്റെ വല്യമ്മച്ചിയെ കണ്ടോ? തനിക്ക് വല്യമ്മച്ചിയും കുഞ്ഞമ്മമാരുമുണ്ടെന്നും അവർ നായന്മാരാണെന്നും 100 പ്രാവശ്യം അവരോട് ത്രേസ്യ പറഞ്ഞിട്ടുള്ളതാണ്. ആ പെൺപിള്ളേർ എല്ലാവരും വന്ന് ജാനകിയെ കണ്ടു. ജാനകി അവരിൽ ഓരോരുത്തരെയും കുറിച്ച് ചോദിച്ചു. ബസ് സ്റ്റാൻഡിൽ നിന്നവരെല്ലാം ആ പെണ്ണിന്റെ കൂക്കുവിളി ആകർഷിച്ചു. ആ പെണ്ണിന്റെ വല്യമ്മച്ചിയെ എല്ലാവരും കണ്ടു. അവൾക്ക് അതൊരു മഹാകാര്യമാണ്. എല്ലാവർക്കും അങ്ങനെയാണോ?